6 മാർക്കിന്റെ ഒരു ചോദ്യം എളുപ്പം കണ്ണും പൂട്ടി നിങ്ങൾക്ക് നേടാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, തീർച്ചയായിട്ടും 6 മാർക്കിന്റെ ഒരു ചോദ്യം ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടാൻ കഴിയും. ഹായ് മക്കളെ, എല്ലാവർക്കും ടെലാവി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ അടുത്തൊരു ലെക്ചർ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ ഫിറോസ് സാർ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ 6 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നിന്ന് കഴിഞ്ഞ 20-25 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഒരേ ചോദ്യം തന്നെ. ഒരേ ചോദ്യം എന്ന് പറയുമ്പോൾ നമ്പർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുള്ള രീതിയിൽ ഒരേ ചോദ്യം തന്നെ നിങ്ങൾക്ക് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചോദ്യം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട്, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് +2 പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ഏത്, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഓക്കെ, അതിൽ നിന്ന് കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മളുടെ 6 മാർക്കിന്റെ ചോദ്യം നമ്മൾ പറയുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് എന്താണ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് എന്നൊക്കെയുള്ളതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ്. ഓക്കെ, എന്താണ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്? An optimization problem is the problem of finding the best solution from all feasible solutions. നമുക്ക് ഒത്തിരി സാധ്യതയുള്ള സൊല്യൂഷനുകൾ ഒത്തിരി കാണും. ഓക്കെ, അങ്ങനെയുള്ളതിൽ നിന്ന് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആകുന്ന രീതിയിലുള്ള, ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആകുന്ന രീതിയിലുള്ള സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രോബ്ലമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോ നമുക്ക് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ്, പരീക്ഷ ഇങ്ങ് അടുക്കാറായി അല്ലേ, ബോർഡ് എക്സാം ഇങ്ങെത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കീം JEE പരീക്ഷകളൊക്കെ ഇങ്ങെത്തി. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, തയ്യാറെടുക്കാൻ പോവുകയാണ്. ഇനി എത്ര ദിവസമുണ്ട്, എത്ര ചാപ്റ്റർ വെച്ച് എങ്ങനെയൊക്കെ പഠിച്ചാൽ, ഏതൊക്കെ ചോദ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ കഴിയും, ഓക്കെ, എന്നുള്ളത് നിങ്ങളുടെ ഒരു ടൈമിങ്ങിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിന് വേണ്ടി നിങ്ങളുടെ ടൈമുകൾ നിങ്ങൾ വീതിച്ചൊക്കെ വെക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിംഗ് ആയിരിക്കും, ഒരു ടൈം ടേബിൾ ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ. അതും എന്ത് തന്നെയാണ് മക്കളെ, ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളെ സമയത്തിന് എന്ത് ചെയ്യാം, ഭാഗം വെക്കാം. ഓരോ സബ്ജക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ഭാഗം വെക്കാം. ഓക്കെ, ആ ഒരു ഭാഗം വെപ്പിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, കാരണം നിങ്ങളിപ്പോ എന്താണ്, ഒരു ചോദ്യം ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾ 2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന് കൊടുത്ത സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം ഈ ഒരു ചാപ്റ്റർ 6 മാർക്കിന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. 1 മണിക്കൂർ ഈ ഒരു ലെക്ചർ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലെക്ചർ വീഡിയോ, ഒരു 1/2 മണിക്കൂറുള്ള ഈ ഒരു ലെക്ചർ വീഡിയോ നിങ്ങൾ കാണുക, അതിനുശേഷം ഒരു 2 പ്രോബ്ലം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പക്കയാണ്, പിന്നെ നിങ്ങൾ ഇതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാപ്റ്ററിന് വേണ്ടി നിങ്ങൾ 2 ദിവസമൊക്കെ പാഴാക്കിയാൽ അവിടെ എന്താണ്, നഷ്ടം വരികയാണ് അല്ലേ. കാരണം ബാക്കിയുള്ളത് പഠിക്കാനുള്ള സമയം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് 2 ദിവസം കൊടുക്കാം, 3 ദിവസം കൊടുക്കാം, അങ്ങനെ പല രീതിക്കും കൊടുക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് പല സൊല്യൂഷനുകൾ കൊടുക്കാൻ പറ്റുന്നതിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്താണ് മക്കളെ, ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ അങ്ങനെ ഫൈൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിലെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഓക്കെ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഓക്കെ, നമ്മളുടെ ലീനിയർ ഫംഗ്ഷൻ, ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു ലീനിയർ ഫംഗ്ഷൻ കാണും. ആ ലീനിയർ ഫംഗ്ഷൻ ഒപ്റ്റിമൽ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ തരത്തിലുള്ള പ്രോബ്ലത്തിനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഓക്കെ, അതിന് ഡിഫറെന്റ് കണ്ടീഷൻസ് തന്നിട്ടുണ്ടാകും. ആ കണ്ടീഷനൊക്കെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു എന്താണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മക്കളെ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ഓക്കെ, നിങ്ങൾ ഇവിടെ പഠിക്കുന്നതും ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആണ്. അത് ഒരു മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന, ഗ്രാഫിംഗ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതിന് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിഞ്ഞിരിക്കുക, ഓരോ ടേമുകളും എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എടുക്കുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ 1-2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. ആദ്യത്തേത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് എന്ന് പറഞ്ഞു.
ആ ഒരു ലീനിയർ ഫംഗ്ഷൻ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ആ ഒബ്ജക്റ്റ് നമ്മൾ പറയത്തില്ലേ, നമ്മളെന്താണ് ഒരു തീസിസ് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്റ്റ് കാര്യമൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ത്, നമ്മളൊരു കാര്യം ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഫംഗ്ഷൻ അതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷൻസ്, ഡിഫറെന്റ് സൊല്യൂഷൻസ് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, സോ ദ ലീനിയർ ഫംഗ്ഷൻ z equal to ax plus by where a b are constants which has to be maximized or minimized. അപ്പൊ നമ്മളുടെ ടാസ്ക് എന്താണ്? ഒന്നുകിൽ നമ്മളുടെ ഈ ഒരു ലീനിയർ ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക, ഏറ്റവും മിനിമം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം കണ്ടുപിടിക്കുക എന്നുള്ള ടാസ്ക് ആണ് നമുക്കിവിടെ ലീനിയർ പ്രോഗ്രാമിൽ വരുന്നത്. ആ ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓർ സിംപ്ലി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അടുത്തത് ഡിസിഷൻ വേരിയബിൾസ്. അടുത്ത എന്താണ് മക്കളെ? ഡിസിഷൻ വേരിയബിൾസ്. നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിൽ കണ്ട വേരിയബിൾസ് ഇല്ലേ, ഏതൊക്കെയാണ് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിൽ കണ്ട വേരിയബിൾസ്? എക്സും വൈയുമാണ്. അവരെ വിളിക്കുന്ന പേരാണ് ഡിസിഷൻ വേരിയബിൾസ്. ഓക്കെ, കൺസ്ട്രെയിൻസ്. അടുത്ത എന്താണ്? കൺസ്ട്രെയിൻസ്. ഇമ്പോർട്ടന്റ് വാക്കാണ് കൺസ്ട്രെയിൻസ്. പലർക്കും അതിന്റെ അർത്ഥവും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഈ ഒരു സ്ലൈഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് അറിയുക, അറിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും, ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, കൺസ്ട്രെയിൻസ്. എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന? ദ ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഓർ ഇക്വേഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ് ഓൺ ദ വേരിയബിൾസ് ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആർ കാൾഡ് കൺസ്ട്രെയിൻസ്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്, അതിന്റെ താഴെ ഒത്തിരി കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ഇത് ഇങ്ങനെയാകണം, എക്സ് ഇങ്ങനെയാകണം, വൈ ഇങ്ങനെയാകണം, എക്സും വൈയും ഇങ്ങനെ ആവാൻ പാടുള്ളൂ, അതിന് ഇത്രത്തോളമേ വരാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് കണ്ടീഷൻസ് പറഞ്ഞിട്ടാകുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള. ചിലപ്പോൾ ഇക്വേഷൻ ആയിരിക്കും അത് തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ ഇൻഇക്വാലിറ്റീസ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ റെസ്ട്രിക്ഷൻ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇതിൽ നിങ്ങൾക്ക് വരുന്നത് കൂടുതലും ഇൻഇക്വാലിറ്റി മോഡലായിരിക്കും. ഓക്കെ, എന്ത് തന്നിട്ടുണ്ടാവുക? കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോ ആ ഒരു രീതിക്ക് തന്നിട്ടുള്ള ആ കണ്ടീഷനുകളെ നമ്മൾ പറയുന്ന പേരാണ് കൺസ്ട്രെയിൻസ്. ആ കൺസ്ട്രെയിൻസുകൾ ട്രൂ ആകുന്ന രീതിക്കുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. നമുക്കറിയാം, നമുക്ക് പാസ്സാവാൻ, ഓക്കെ, എല്ലാ സബ്ജക്റ്റിലും പാസ്സാവാൻ ഇത്ര മാർക്കുകൾ ഇതൊക്കെ വേണം. അപ്പോൾ നമ്മൾ എന്താണ് ഒരു സബ്ജക്റ്റ് പൂർണ്ണമായിട്ടും പഠിക്കാതെ ബാക്കിയുള്ളത് പഠിച്ചിട്ട് നമുക്ക് പരീക്ഷ പാസ്സാവാൻ പറ്റുമോ? ഇല്ല. കാരണം എനിക്ക് അതിന് നമ്മൾ ഫെയിൽ ആയി പോകും അല്ലേ. അപ്പോൾ അതാണ് ഇന്ന മാർക്കുകൾ ഇന്ന ചാപ്റ്ററുകൾക്ക് അല്ലെങ്കിൽ ഇന്ന ഇത്രയൊക്കെ മാർക്കുകൾ നമ്മൾ മിനിമം സ്കോർ ചെയ്യാൻ പറ്റണം. അതിന് എത്രത്തോളം പഠിക്കണം, അതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഓരോ സബ്ജക്റ്റിനും കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ മാർക്കുകൾ കൂടുതൽ മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാസ്സായിരിക്കണം. അതൊരു ബേസിക് കണ്ടീഷൻ. അപ്പൊ ഓരോന്നും പാസ്സായിരിക്കണം. ഇൻഡിവിജ്വൽ ആയിട്ട് എന്തായിരിക്കണം മക്കളെ? പാസ്സായിരിക്കണം. അപ്പൊ അതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പൊ ആ കൺസ്ട്രെയിൻസുകളെല്ലാം ശരിയായിട്ടുള്ളത് മാത്രമേ നമ്മൾ സൊല്യൂഷനായിട്ട് തിങ്ക് ചെയ്യത്ത് പോലുള്ളൂ. ഓക്കെ, കണ്ടീഷൻ എല്ലാം ട്രൂ ആകണം. ആ കണ്ടീഷൻ ട്രൂ ആകുന്ന സൊല്യൂഷനുകളിൽ നിന്ന് ഒന്നല്ല ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ചിലപ്പോൾ കിട്ടും. കൺസ്ട്രെയിൻസ് ഒക്കെ ട്രൂ ആകുന്നത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കൺസ്ട്രെയിൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആർക്ക് സെലക്ട് ചെയ്യുന്നു? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ സെലക്ട് ചെയ്യുന്നത്. അത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസോ മിനിമൈസോ ചെയ്യാനായിരിക്കും നമുക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ശരിയാകുന്ന രീതിയിൽ ബെസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സൊല്യൂഷൻ ഇതെല്ലാം ട്രൂ ആകുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. അതാണ് നമ്മളുടെ ടാസ്ക്. അപ്പൊ നമ്മളുടെ ഒരു ചോദ്യം വരുന്ന ഒരു മോഡൽ ഇതാണ്. ഒന്നുകിൽ മാക്സിമൈസ് എന്നോ അല്ലെങ്കിൽ മിനിമൈസ് എന്നോ പറഞ്ഞു കാണും. മാക്സിമൈസ് z equal to 250x plus 75y. ഇതില് subject to the constraints 5x plus y less than or equal to 100, x plus y less than or equal to 60, x greater than or equal to 0, y greater than or equal to 0. ഇതിന് നമുക്ക് ഓരോന്നും പറയാമല്ലോ മക്കളെ. ഇതിൽ എന്തായിരിക്കും നമ്മളുടെ എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് എന്ത് മക്കളെ? നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്ത് കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ് മക്കളെ? ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പൊ ഈ കൺസ്ട്രെയിനുകൾ അല്ലെങ്കിൽ ഈ കണ്ടീഷനുകൾ ട്രൂ ആകുന്നതിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും മാക്സിമൈസ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്കിവിടെ ചൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഇനി നമ്മളുടെ ഇവിടെ എന്താണ്? ഡിസിഷൻ വേരിയബിൾ എക്സും വൈയും തന്നെയാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ എക്സും വൈയും ആണ് ഡിസിഷൻ വേരിയബിൾ ആയിട്ട് വരാറ്. ഓക്കെ, ഇനി അടുത്ത് നമുക്കിത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൺസ്ട്രെയിനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സൊല്യൂഷൻ കണ്ടെത്തുന്നത്? അതിൽ നിങ്ങൾക്ക് ഒരു മെത്തേഡാണ് ഈ വർഷം പഠിക്കാനുള്ളത്, ഗ്രാഫിംഗ് മെത്തേഡ്. ഓക്കെ,
കൺസ്ട്രെയിനുകളൊക്കെ ഗ്രാഫ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് റീജിയൻ ആയിട്ടാണ് കിട്ടുന്നത്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന് ആദ്യം നമുക്ക് എന്തറിയണം? ഇനിക്വാളിറ്റീസ് ഗ്രാഫ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അല്ലേ? പലർക്കും പറ്റുന്ന ഒരു അബദ്ധം, ഡയറക്റ്റ് ആ പ്രോബ്ലം എടുത്തു വെച്ച് അങ്ങ് ചെയ്തങ്ങ് പോകും. ഗ്രാഫിങ്ങോ അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് കാര്യം അറിയത്തില്ല. അത് കാരണം നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിച്ചാൽ തന്നെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോകും. ബേസിക് അറിഞ്ഞിരിക്കുക. എന്താണ് ലീനിയർ ഇനിക്വാളിറ്റി ഗ്രാഫ് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വേരിയബിൾ വെച്ച് ലീനിയർ ഇനിക്വാളിറ്റി ഗ്രാഫ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾ വെച്ച് ലീനിയർ ഇനിക്വാളിറ്റി എങ്ങനെ ഗ്രാഫ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അത് ഗ്രാഫ് ചെയ്യാൻ ഓക്കെ, ഒരു ലീനിയർ ഇനിക്വാളിറ്റി നിങ്ങൾ ഗ്രാഫ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൗണ്ടറി ലൈൻ വരയ്ക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വരയ്ക്കണം മക്കളെ? ബൗണ്ടറി ലൈൻ വരയ്ക്കുക. ഓക്കെ, ബൗണ്ടറി ലൈൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇനിക്വാളിറ്റി മാറ്റി എന്ത് കൊടുക്കുക? ഈക്വൽ ടു കൊടുക്കുക. ഓക്കെ, ഇനിക്വാളിറ്റി മാറ്റി പകരം എന്ത് കൊടുക്കുക? ഈക്വൽ ടു കൊടുക്കുക. അപ്പൊ നമ്മളുടെ ബൗണ്ടറി ലൈൻ എന്ന് പറയുന്നത്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് x+2y = 10 ആയിരിക്കും. ഇനി നമുക്ക് ലൈൻ വരയ്ക്കാൻ 2 പോയിന്റുകൾ വേണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക? ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനെന്ത് ക്രിയേറ്റ് ചെയ്യുക മക്കളെ? ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ടേബിൾ ഓഫ് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക. ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. എക്സും വൈയും ആണ് വേണ്ടത്. ഓക്കെ, നമുക്കിവിടെ എക്സ് വേണം, വൈ വേണം. അടുത്ത് ഇങ്ങനെ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ താഴോട്ട് എഴുതിയാലും മതി കേട്ടോ. എക്സ് വൈ ആ മോഡൽ എഴുതിയാലും മതി. ഓക്കെ, എക്സ് വൈ വേണം. എക്സ് 0 ആകുമ്പോൾ നമ്മൾ 2 പോയിന്റ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് എക്സിനും വൈക്കും 0 ഇട്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കിട്ടും. എക്സ് 0 എന്ന് പറയുമ്പോൾ എന്താണ്? വൈ ഇന്റർസെപ്റ്റ് ആണ്. y 0 എന്ന് പറയുമ്പോൾ എക്സ് ഇന്റർസെപ്റ്റ്. അപ്പോൾ y ഇന്റർസെപ്റ്റും എക്സ് ഇന്റർസെപ്റ്റും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാദ്യം കണ്ടുപിടിക്കുക. ഇനി സപ്പോസ് എപ്പോഴെങ്കിലും നിങ്ങൾ എക്സിന് 0 എടുക്കുമ്പോൾ വൈയും 0 ആയിപ്പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒറിജിൻ കിട്ടും. അതായത് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും സെയിം പോയിന്റ് ആണ്, ഒറിജിനിലാണ് എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? വീണ്ടും വൈക്ക് 0 ഇട്ട് എടുത്താലും വീണ്ടും ആ പോയിന്റ് തന്നെ കിട്ടും, ഒറ്റ പോയിന്റ് കിട്ടത്തുള്ളൂ. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വേറൊരു വാല്യൂ കൂട്ടിട്ടോ 1ഓ 2ഓ 3ഓ എന്തെങ്കിലും ഒന്ന് എക്സിന് ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കുക. അതല്ലാത്ത സിറ്റുവേഷനിൽ അത്രയും നിങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് എക്സ് ഇട്ട് കൊടുത്ത് മറ്റേ കണ്ടുപിടിച്ച് ഈസി ആയിട്ട് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും വരച്ചു പോകുന്നതാണ് എളുപ്പം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുക, ഇവിടെ നോക്കിയാൽ മക്കളെ എക്സിന് 0 കൊടുത്തു. എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? 2y = 10. ഓക്കെ, ഇവിടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. x = 0 വരുമ്പോൾ 2y = എന്ത് വരും മക്കളെ? 10 വരും. 2y = 10 ആണെങ്കിൽ y = എന്ത് പറയാം? 5 വരും. ഓക്കെ, അപ്പൊ ഇതെന്ത് വരും? y 5 വരും. ഇത് ആദ്യത്തെ ഒരു പ്രോബ്ലം. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെങ്ങനെ വരയ്ക്കുന്ന എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇന്ന്. നിങ്ങൾ ഇതൊന്നും എഴുതണമെന്നില്ല. ഇവിടെ x 0 ആകുമ്പോൾ x കാണൂല, 2y = 10 ആണ്. കണ്ടോരെ മക്കളെ? x കാണൂല, അപ്പൊ 2y = 10 ആണ്. 2y = 10 എന്ന് പറയുമ്പോൾ y = എന്ത് വരും? 5 വരും. അതും എഴുതിയാൽ മതി. അടുത്ത് വൈക്ക്, അടുത്തിന് എന്തിന് 0 എടുക്കാം? വൈക്ക് 0 എടുക്കാം. വൈക്ക് 0 എടുക്കുമ്പോൾ എന്ത് വരും? y ടൈം കാണൂല. അഥവാ നമുക്ക് എന്ത് കിട്ടും? y = 0 വരുമ്പോ നോക്കിക്കേ മക്കളെ, y ടൈം കാണൂല. ബാക്കി എന്തുള്ളൂ? ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. x = 10 എന്ന് പറഞ്ഞു വരും. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ മക്കളെ? 10 ആണ്. ഇവിടെ ഒന്ന് പോയിന്റ് എഴുതാം. പോയിന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ എഴുതി കളയരുത്. ഇതാണ് എക്സ് വൈ വാല്യൂ. എക്സ് വൈ വാല്യൂ ആയിട്ടാണ് നമ്മളുടെ കോർഡിനേറ്റ്സ് എങ്ങനെയാ വരുന്നത്? എക്സ് കോമ വൈ എന്ന് പറഞ്ഞാണ് പോയിന്റ്സ് വരുന്നത്. എങ്ങനെയാ വരുന്നത് മക്കളെ? എക്സ് കോമ വൈ എന്ന് പറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മളുടെ എക്സ് വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ താഴെ. ഈ ഒരു മോഡലിലാണ് നിങ്ങൾ ടേബിൾ വരയ്ക്കുന്നത്. അല്ല നിങ്ങൾ എക്സ് വാല്യൂ വൈ വാല്യൂ എന്നുള്ള രീതിക്കാണ് വരയ്ക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. എന്ത് വരച്ചാലും എക്സ് വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ അങ്ങനെ വേണം പോയിന്റ് എഴുതാൻ. പലർക്കും പറ്റുന്ന ഒരു അബദ്ധം കാണാറുള്ളത്, ഇങ്ങനെ എഴുതും എന്നിട്ട് പോയിന്റ് എഴുതുമ്പോൾ 0 10 5 0 എന്ന് എഴുതി വെക്കുക. ഇവിടെ 0യും 10ഉം എക്സിന്റെ വാല്യൂസുകളാണ്. ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ വേണം ഇവിടെ എഴുതാൻ. അപ്പൊ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ എന്താ? 5 ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0, 5ഉം 10, 0യുമാണ്. ഓക്കെ, 0, 5ഉം 10, 0യുമാണ് നമ്മളുടെ പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം. നോക്കിക്കേ, ഇവിടെ നമുക്ക് അതിന് കോർഡിനേറ്റ്സ് വരയ്ക്കാം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. തെറ്റൊന്നു. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ,
-1 -2 -3 -4 -1 -2 -3 ഈ ഒരു രീതിക്കാണ് വരുന്നത്. നമുക്കപ്പോൾ ലൈൻ വരയ്ക്കുക. ഏതൊക്കെയാണ് നമ്മളുടെ പോയിന്റ്? 0, 5 ആണ് ഒരു പോയിന്റ്. എക്സ് വാല്യൂ 0, വൈ വാല്യൂ 5. അതായത് ഏത് പോയിന്റാണ് മക്കളെ? നമ്മളുടെ എക്സ് ഇന്റർസെപ്റ്റ് ആണ്. ഏതാ പോയിന്റ് മക്കളെ? എക്സ് ഇന്റർസെപ്റ്റ്, സോറി വൈ ഇന്റർസെപ്റ്റ് ആണ് പോയിന്റ്. വൈ ഇന്റർസെപ്റ്റ് എന്താണ്? 5 ആണ്. അടുത്ത് 10 അല്ല 10 0 ആണ്. 10 0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇന്റർസെപ്റ്റ് ആണ്, 10ൽ വരുന്ന പോയിന്റ് ആണ് കേട്ടോ. ആ രീതിക്കാണ് നമ്മളുടെ ലൈൻ വരുന്നത്. ഓക്കെ, പോയിന്റുകൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് വരയ്ക്കുക? ലൈൻ വരയ്ക്കുക. ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ സോളിഡ് ലൈൻ തന്നെ വരയ്ക്കുക. നമ്മുടെ നോർമൽ ലൈൻ തന്നെ വരയ്ക്കുക. ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഡോട്ടഡ് ലൈൻ വേണം വരയ്ക്കാൻ. നമ്മൾ ഓപ്പൺ സർക്കിൾ, ക്ലോസ് സർക്കിൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതുപോലെ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ മാത്രമാണ് ഈ ഡോട്ടഡ് ലൈനോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ സോളിഡ് ലൈനുമാണ്. നിങ്ങൾക്ക് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ മാത്രമായിട്ട് ചോദിക്കാറില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാത്രമേ അങ്ങനെ പറയാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തായിട്ട് ജനറൽ ആയിട്ട് പറഞ്ഞു പോവാം? സോളിഡ് ലൈൻ വരയ്ക്കുക. പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് വരയ്ക്കുക? സോളിഡ് ലൈൻ. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. ഓക്കെ, വരച്ചല്ലോ. ഇതാണ് എന്ത് മക്കളെ? നമ്മളുടെ ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ റിക്വയർഡ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കംപ്ലീറ്റ് ആയോ? ഇല്ല. ഇത് എന്ത് മാത്രമേ ആയിട്ടുള്ളൂ? ഇത് നമുക്കായിട്ടുള്ളത് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 എന്ന് പറയുന്ന ലൈൻ മാത്രമേ ആയിട്ടുള്ളൂ. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 എന്ന് പറയുന്ന ലൈൻ മാത്രമേ നമുക്കിവിടെ ആയിട്ടുള്ളൂ. അല്ലാതെ നമ്മളുടെ ഇനിക്വാളിറ്റി ആയോ? ഇല്ല. ഇനിക്വാളിറ്റി ആവാൻ എടുത്ത് നോക്കേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ് പറഞ്ഞത്. 2x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പൊ നമുക്കിവിടെ 2 റീജിയൻ ഉണ്ട്, മുകളിലോട്ടും ഉണ്ട്, താഴോട്ടും ഉണ്ട്. ഇതിൽ ഏത് റീജിയൻ ആണ് സ്യൂട്ട് ആകുന്നത്? ഇതിൽ ഏതാണ് ഇതിന് ട്രൂ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇതിൽ ഏത് റീജിയൻ ആണ് ഇതിന് ട്രൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഫൈൻഡ് ചെയ്യണം. അതെങ്ങനെ ഫൈൻഡ് ചെയ്യാം? 2 മെത്തേഡ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്, അതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് പറഞ്ഞു പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നമുക്ക് ഏത് റീജിയനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ലൈനിലുള്ള പോയിന്റ് എടുക്കരുത്, അതല്ലാതെ ഏതെങ്കിലും ഒരു റീജിയനിലുള്ള പോയിന്റ് എടുക്കുക. ഏറ്റവും എളുപ്പമുള്ള പോയിന്റ് 0 0 ആണ്. ഏറ്റവും എളുപ്പമുള്ള പോയിന്റ് ഏതാണ് മക്കളെ? 0 0 ചൂസ് ചെയ്യുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് 6 മാർക്കിന്റെ ചോദ്യം ഈസി ആയിട്ട് കിട്ടാനുള്ളതാണ്. ഇത് അറിയാവുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് 6 മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ എടുക്കുന്ന പോയിന്റിൽ 0 0 എന്ന് പറയുന്ന പോയിന്റ്, അഥവാ ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്യാം. അതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പൊ 0 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ എടുത്തു. അപ്പൊ എക്സിനും വൈക്കും നമ്മൾ ഇവിടെ 0 എടുത്താൽ എന്ത് സംഭവിക്കും മക്കളെ? 0 0. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? 0 0 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുന്നു. ഓക്കെ, 0 0 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 0 + 0y, സോറി 0 + 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അതായത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ട്രൂ ആണോ ഫാൾസ് ആണോ? ഇതെന്താണ് മക്കളെ? ഇത് ഫാൾസ് ആണ് അല്ലേ? ഇതെന്താണ്? ഫാൾസ് ആണ്. അപ്പൊ നമ്മൾ ഏത് പോയിന്റ് ആണോ സെലക്ട് ചെയ്തത് അത് സെലക്ട് ചെയ്തപ്പോൾ ലൈനിലെ പോയിന്റ് സെലക്ട് ചെയ്യരുത്. ലൈനിലെ അല്ലാതെ ഇഷ്ടമുള്ള പോയിന്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മിക്കവാറും നമുക്ക് എളുപ്പമുള്ളത് 0 0 ആണ്. കാരണം അതാകുമ്പോൾ ഇവിടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനൊന്നുമില്ല. അതിന് 0 ആയിട്ട് അങ്ങ് പൊക്കോളും. എക്സും 0 ആയിട്ട് പൊക്കോളും, വൈ ടേമും 0 ആയിട്ട് പൊക്കോളും. കോൺസ്റ്റന്റ് മാത്രമേ അവിടെ കാണത്തുള്ളൂ. അപ്പൊ നോക്കാൻ എളുപ്പമാണ്. ഇവിടെ എന്ത് കിട്ടി മക്കളെ? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കിട്ടി. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ അത് ഫാൾസ് അല്ലേ? അതായത് ഈ പോയിന്റിൽ ഈ ഇനിക്വാളിറ്റി എന്താണ്? ഫാൾസ് ആണ്. ഈ പോയിന്റിൽ ഈ ഇനിക്വാളിറ്റി ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു റീജിയൻ കംപ്ലീറ്റ് ഇനിക്വാളിറ്റി ഫാൾസ് ആണ്. അപ്പൊ ഏതായിരിക്കും ഇതിന്റെ ട്രൂ റീജിയൻ എന്ന് പറയുന്നത്? അപ്പർ റീജിയൻ ആണ്. അപ്പൊ 2 റീജിയൻ കിട്ടും, അപ്പർ റീജിയനും ലോവർ റീജിയനും. അതിൽ 0 0 കൊടുത്തു നോക്കുക. 0 0 ട്രൂ ആണെങ്കിൽ ആ റീജിയൻ ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. 0 0 ഫാൾസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരും. അതാണ് അതിന് ട്രൂ. അപ്പൊ ഇവിടെ ഇതിന് ട്രൂ ഏതാണ്? ഈ റീജിയൻ ആണ് ഇതിന് ട്രൂ എന്ന് പറയുന്നത്, മുകളിലോട്ട്. ഓക്കെ, മുകളിലോട്ടാണ് ഇതിന് ട്രൂ. അപ്പൊ എങ്ങനെ വരും നോക്കിക്കേ. നമ്മളുടെ അപ്പൊ ഇതിന്റെ ട്രൂ ആയിട്ടുള്ള റീജിയൻ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ട്രൂ ആയിട്ടുള്ള റീജിയൻ നോക്കിക്കേ മക്കളെ. ഈ ഒരു റീജിയൻ ആണ് വരുന്നത്. നോക്കിക്കേ മക്കളെ, ഇങ്ങോട്ടുള്ള ഈ ഒരു റീജിയൻ ആണ് വരുന്നത്. അങ്ങോട്ട് അത് പൊക്കോണ്ടിരിക്കും കേട്ടോ.
ഈ ഒരു അപ്പർ റീജിയൻ. ഈ റീജിയൻ ആണ് എന്ത് മക്കളെ? ഇതിന് ട്രൂ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ നമ്മൾ ഗ്രാഫ് ചെയ്യാൻ നിന്നാൽ ഈ ഒരു മോഡലിലായിരിക്കും ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. എന്തിൻ്റെ ഗ്രാഫാണ് മക്കളെ? ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫാണ് ഈ ഒരു റീജിയൻ വരുന്നത്. ക്ലിയർ ആണോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് 0 0 നോക്കണമെന്നില്ല. മോസ്റ്റ്ലി ഇത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മുകളിലോട്ട്, ലെസ് ദാൻ ആണെങ്കിൽ താഴോട്ട്, y പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു രീതിക്ക് പോകുന്നത്. ഓക്കെ, ഈ ഒരു സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ 0 0 നോക്കിയാൽ ഒറിജിൻ നോക്കുന്നതിന് ഏറ്റവും എളുപ്പം, തെറ്റത്തില്ല, കറക്റ്റ് ആയിട്ട് അത് കിട്ടും. ഓക്കെ, ഇനി 0 0 ഇവിടെ വന്നാൽ മാത്രമേ വേറൊരു പോയിന്റിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രോബ്ലത്തിലോട്ട് പോയി നോക്കിയാലോ? അടുത്ത പ്രോബ്ലം അല്ല, ഇതിന് തന്നെ അടുത്തൊരു സാധനം, അതായത് ഒന്നിൽ കൂടുതൽ ഇനിക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമുക്കിവിടെ ഒരു ഇനിക്വാളിറ്റി അല്ല, ഒന്നിൽ കൂടുതൽ ഇനിക്വാളിറ്റീസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഇനിക്വാളിറ്റീസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം മക്കളെ? നമുക്ക് ലൈൻ മാർക്ക് ചെയ്യാമല്ലോ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തേത് എക്സ് പ്ലസ്, ആദ്യത്തെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ എന്താ? എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10. ഓക്കെ, ആദ്യത്തേന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ടേബിൾ വരയ്ക്കുക. ഓക്കെ, എക്സ് വൈ. അടുത്ത് എക്സിന് ആദ്യം 0 എടുക്കുക. എക്സിന് 0 എടുക്കുമ്പോൾ നേരത്തെ സെയിം ലൈനാണ് കിട്ടുന്നത്. എക്സിന് 0 എടുക്കുമ്പോൾ വൈക്ക് 5 വന്നു. അടുത്ത് വൈക്ക് 0 എടുക്കുമ്പോൾ എക്സിന് എന്ത് വന്നു മക്കളെ? 10 വന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോയിന്റുകൾ 0 5 അതുപോലെ 10 0. ഇതായിരുന്നു നമ്മളുടെ രണ്ട് പോയിന്റ്. വീണ്ടും 10 എഴുതി വെക്കുന്നു. ഓക്കെ, 10 0. ഓക്കെ, ഇതാണ് എന്ത് മക്കളെ? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റുകൾ. അത് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മളെ ലൈൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, എന്താണ്? 0 5. ഓക്കെ, അതുപോലെ 10 0 മാർക്ക് ചെയ്തു. 0 5 മാർക്ക് ചെയ്തു. നമുക്ക് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ലൈൻ വരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ? സ്കെയിൽ കൊണ്ട് സിമ്പിളായിട്ട് വെച്ച് വരയ്ക്കാം. ഇതിൽ പിന്നും കുറച്ചും കൂടെ ടാസ്ക് വരും. നിങ്ങൾക്കാവുമ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മക്കളെ. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈൻ. ക്ലിയർ ആണോ മക്കളെ? ലൈൻ വരയ്ക്കുക. ആ രണ്ട് പോയിന്റിനെയും കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യണം? നോക്കണം ഏത് റീജിയൻ വരണം. ഇവിടെ നിങ്ങൾ 0 0 കൊടുത്തു നോക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ 0 0 കൊടുത്താൽ എന്ത് പറ്റും? 0 0 ഇവിടെ കൊടുത്താൽ എന്ത് പറ്റും? 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10. ഇതെന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, അപ്പൊ 0 0 നമ്മൾ നോക്കിയത്. 0 0 നോക്കുമ്പോൾ ഫോൾസ് ആണ് കിട്ടുന്നത്. അപ്പൊ ആ റീജിയൻ വരോ? ഇല്ല, അതിന്റെ ഓപ്പോസിറ്റ് റീജിയൻ വരും. സോ മുകളിലേക്കാണ് വരേണ്ടത്. ഇതിലപ്പോൾ എങ്ങോട്ടാ വരേണ്ട മക്കളെ? മുകളിലേക്ക്. ഷെയ്ഡ് ചെയ്ത് കളയരുത്. ഇതിൽ നമുക്ക് മുകളിലേക്കാണ് വരേണ്ടത്. ഓക്കെ, ഇതിൽ നമുക്ക് എങ്ങോട്ടേക്കാണ് വരേണ്ടത്? മുകളിലേക്കാണ് വരേണ്ടത്. ഇനി രണ്ടാമത്തെ ലൈൻ നോക്കുക. രണ്ടാമത്തെ ലൈൻ ഇക്വേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇനിക്വാളിറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്? 3x + 4y. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ വരുമ്പോൾ 3x + 4y ≤ 24 വരും. ഓക്കെ, ടേബിൾ വരയ്ക്കുകയാണെങ്കിലോ? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ ഒന്ന് വരച്ചു നോക്കാം. എക്സ് വൈ. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് പറ്റും മക്കളെ? ഇതാ ഇവിടെ നോക്കിക്കേ, എക്സിന് 0 കൊടുത്തു. അപ്പൊ അവിടെ എക്സ് ടൈം ഉണ്ടോ? ഇല്ല, വൈ ടൈം മാത്രമേ ഉള്ളൂ. 4y = 24. നമ്മൾ വീണ്ടും ചെയ്തിരിക്കാൻ നോക്കണ്ട, എക്സ് ഇല്ല. അപ്പൊ എക്സ് ഇവിടെ പോവും. ഓക്കെ, എക്സ് പോവും. പിന്നെ ആരേ ഉള്ളൂ? 4y = 0 മാത്രമേ ഉള്ളൂ. ഓക്കെ, 4y = 0 അല്ല, 4y = ആണ്. ഇക്വാളിറ്റി അല്ല, നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൗണ്ടറി ലൈനാണ് എടുക്കുന്നത്. സോ ഈക്വൽ ടു, വീണ്ടും ഈക്വൽ ടു.
ഓക്കെ, ഈക്വൽ ടു 24 ആണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എക്സ് 0 ആകുമ്പോൾ 4y ഈക്വൽ ടു 24 കിട്ടും. 4y ഈക്വൽ ടു 24 ആണെങ്കിൽ എന്ത് കിട്ടും മക്കളെ? y ഈക്വൽ ടു 6 കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത് yക്ക് 0 എടുത്താൽ എന്ത് പറ്റും? y ടേം പോകും. 3x ഈക്വൽ ടു 24 ആണ്. ഓക്കെ, yക്ക് നമ്മൾ 0 എടുത്തു, അപ്പൊ y ടേം പോയി. 3x ഈക്വൽ ടു 24 ആണ്, അപ്പൊ x ഈക്വൽ ടു എന്ത് കിട്ടും? 8 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഏതൊക്കെയാ മക്കളെ? നോക്കിക്കേ, 0, 6ഉം ഓക്കെ 80യുമാണ് നമ്മുടെ പോയിന്റുകൾ. 0, 6ഉം 80യുമാണ് നമ്മുടെ പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ട് പോയിന്റും മാർക്ക് ചെയ്യുക. 0, 6 ഓക്കെ, 0, 6 ഇവിടെ വന്നു. 80 ഇവിടെ വന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത്. നോക്കിക്കേ മക്കളെ, ഓക്കെ, അപ്പോ നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്ത് നോക്കണം? ഇതിന് സെക്കൻഡ് ഇനിക്വാളിറ്റിയിൽ 0, 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, സെക്കൻഡ് ഇനിക്വാളിറ്റിയിൽ എന്ത് കൊടുക്കാം മക്കളെ? 0, 0 കൊടുത്തു നോക്കാം. ഇവിടെ നമ്മൾ 0, 0 കൊടുത്താൽ എന്ത് സംഭവിക്കും മക്കളെ? 0, 0 കൊടുത്താൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 എന്താണ്? ട്രൂ ആണ്. ഇതെന്താണ് മക്കളെ? ട്രൂ ആണ്. ഓക്കെ, അത് ട്രൂ ആയതുകൊണ്ട് തന്നെ എന്താണ്? ഒറിജിൻ വരുന്നിടത്തേക്കായിരിക്കും അതിന്റെ ഷെയ്ഡിങ്. സോ ഇതാണ് ആ ലൈൻ. ലൈൻ ശ്രദ്ധിക്കുക, ഇതാണ് ആ ലൈൻ. നമ്മൾ ലൈൻ എഴുതുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനും കൂടെ എഴുതി വെക്കുക. ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 ആണ്. ഇതിന്റെ ഇക്വേഷനോ 3x പ്ലസ് 4y ഈക്വൽ ടു 24 ആണ്. ലൈനിന്റെ ഇക്വേഷനും കൂടെ സൈഡിൽ എവിടെയെങ്കിലും ആയിട്ട് ഇപ്പുറത്തോ സെക്കൻഡ് ക്വാർട്ടറിലോ ഫോർത്ത് ക്വാർട്ടറിലോ വരുന്ന രീതിക്ക് മാർക്ക് ചെയ്യുക. കാരണം കൂടുതൽ നിങ്ങൾക്ക് വരുന്ന ചോദ്യം കൂടുതലും ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും വരുന്നത്. ഓക്കെ, ആ ഒരു രീതിക്കായിരിക്കും ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത്. അതിനാണ് ഈ കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എക്സും പോസിറ്റീവ് ആയിരിക്കണം, വൈയും പോസിറ്റീവ് ആയിരിക്കണം. എക്സും പോസിറ്റീവ് വൈയും പോസിറ്റീവ് വരുന്ന റീജൻ ഏതാ? ഫസ്റ്റ് ക്വാർട്ടറിലാണ്. ഓക്കെ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് 0 എന്ന് പറയുന്നത് ഏതാ? വൈ ആക്സിസ് ആണ്. വൈ ആക്സിസിന്റെ ഈ സൈഡ്, എക്സ് ആക്സിസിന്റെ മുകളിലേക്ക്. അങ്ങനെ രണ്ട് കണ്ടീഷൻസ് വരുമ്പോഴാണ് നമുക്ക് അത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്തു. ഇതാണ് നമ്മളുടെ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ റീജൻ എന്താണ്? 0 വരുന്നിടത്തേക്കാണ്. അതായത് എങ്ങോട്ടേക്കാ? താഴേക്കാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ രണ്ട് ലൈനും മാത്രം നോക്കുന്നു എന്ന് വിചാരിക്കുക. ഈ രണ്ട് ലൈനും മാത്രം നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മൊത്തവും ക്യാൻവാസ്, നമ്മളുടെ പ്ലെയിനെയാണ് ക്യാൻവാസ് എന്ന് വിളിക്കുന്നത്. എത്ര റീജിയൻ ആയിട്ട് കട്ട് ചെയ്തു? ഇതൊരു റീജിയൻ, ഇത് രണ്ടാമത്തെ റീജിയൻ മൊത്തം. ഓക്കെ, ഇത് മൂന്നാമത്തെ റീജിയൻ, ഇത് നാലാമത്തെ റീജിയൻ. ഓക്കെ, രണ്ടാമത്തെ റീജിയൻ എന്ന് പറയുന്നത് ഇത് മൊത്തത്തിലാണ്. തേർഡ് ക്വാർട്ടറിന് മാത്രമല്ല, സെക്കൻഡ് ക്വാർട്ടറിന് മാത്രമല്ല, മൊത്തത്തിൽ ഇതാണ് രണ്ടാമത്തെ റീജിയൻ. ഓക്കെ, അങ്ങനെ നമുക്ക് 4 റീജിയൻ ആയിട്ട് ഈ രണ്ട് ലൈൻ 4 റീജിയൻ ആയിട്ട് കട്ട് ചെയ്തു. അതിൽ ഓരോ റീജിയനും നോക്കിക്കേ. ഫസ്റ്റ് റീജിയന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് റീജിയനിൽ നമ്മളുടെ ആദ്യത്തെ ലൈൻ എന്താണ്? ട്രൂ ആണ്. രണ്ടാമത്തെ ലൈൻ എന്താണ്? ഫോൾസ് ആണ്. ഫസ്റ്റ് രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻ ആണെന്നുണ്ടെങ്കിൽ, രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, എന്താ മക്കളെ? രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നു എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിർബന്ധമായും രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിർബന്ധമായും 4 റീജിയൻ ആയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, ആ 4 റീജിയനിൽ ഒരു റീജിയൻ രണ്ടിനും ട്രൂ ആയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇത് ഫസ്റ്റ് റീജിയൻ ആണ്. അതില് ഫസ്റ്റത്തെ ട്രൂ ആണ്, സെക്കൻഡ് ഫോൾസ് ആണ്. നാലാമത്തെ റീജിയൻ നോക്കിക്കേ. നാലാമത്തെ റീജിയനില് ഫസ്റ്റും ഇത് മുകളിലേക്കാണ്, ഇത് താഴേക്കാണ്. രണ്ടും വരോ? നാലാമത്തെ റീജിയനിൽ രണ്ടും ഫോൾസ് ആണ്. മൂന്നാമത്തെ റീജിയനില് രണ്ടാമത്തെ ഇക്വേഷൻ ട്രൂ ആണ്, ആദ്യത്തത് ഫോൾസ് ആണ്. രണ്ടാമത്തെ റീജിയനിലോക്ക് ഇത് താഴേക്കാണ്, ഇത് മുകളിലേക്കാണ്. രണ്ടും അവിടെ കവർ ചെയ്ത് വരുന്നുണ്ട് അല്ലേ? രണ്ടാമത്തെ റീജിയനിലെ രണ്ട് ലൈനും ട്രൂ ആണ്. അപ്പൊ നമ്മളുടെ ഈ രണ്ട് ഇക്വേഷനും മാത്രം, ഇനിക്വാളിറ്റീസ് മാത്രമായിരുന്നുവെങ്കിൽ നമ്മളുടെ റീജിയൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? രണ്ടാമത്തെ റീജിയൻ ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് വരുന്നത്. സോ രണ്ടാമത്തെ റീജിയനിലും ഫസ്റ്റ് ക്വാഡ്രന്റിലും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാ? ഈ ഒരു പോർഷൻ ആണ് അല്ലേ?
സോ അതാണ് എന്ത് മക്കളെ നമ്മളുടെ ഇവിടുത്തെ ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. ഫീസിബിൾ സൊല്യൂഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, ആ ഒരു റീജിയൻ. കാരണം അത് ആദ്യത്തേതിന് ട്രൂ ആണ്, ആദ്യത്തേന്റെ മുകളിലോട്ടല്ലേ ട്രൂ ആണ്, രണ്ടാമത്തേതിനും താഴോട്ടല്ലേ ട്രൂ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിലുമാണ് വരുന്നത്. അപ്പൊ അതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണേ മക്കളെ. അത് പറഞ്ഞു തരാനാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തന്നത്. റീജിയൻ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സൊല്യൂഷൻ ആയിട്ട് വരുന്ന റീജിയൻ ഏതാ മക്കളെ? സൊല്യൂഷൻ ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ്. സോറി, ഓക്കെ, ഈ ഒരു പോർഷൻ ആണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് 4 ട്രൂ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ആ ഒരു റീജിയൻ ആണ്. നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ചോദ്യത്തിൽ 6 മാർക്കിന്റെ ചോദ്യത്തിലെ ആദ്യത്തെ 3 മാർക്കിന്റെ സാധനമാണ് നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞത്. ആദ്യത്തെ 3 മാർക്ക് ഇത്രയും ചെയ്യുന്നതിനാണ്. അതായത് എന്താണ്, നമ്മളുടെ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട് മക്കളെ. എന്ത് തന്നിട്ടുണ്ടാകും? കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാകും. ആ കൺസ്ട്രെയിൻസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് അതിന്റെ ട്രൂ ആയിട്ട് വരുന്ന റീജിയൻ ഏതെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്ക് കിട്ടിയ ഗ്രാഫ് ഈ ഒരു രീതിക്കായിരുന്നു. ഓക്കെ, നമ്മളുടെ ആദ്യത്തെ ലൈൻ നോക്കിയേ, സെയിം നമ്മൾ ആ സെയിം ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതിക്കാണ് നമുക്ക് ഗ്രാഫ് കിട്ടിയത്. അപ്പൊ അതിൽ നമ്മളുടെ അടുത്ത് രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് അതിന്റെ നമുക്ക് കിട്ടിയ റീജിയൻ ഉണ്ടല്ലോ, ആ റീജിയന്റെ കോർണർ പോയിന്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ റീജിയന്റെ എന്ത് കണ്ടുപിടിക്കുക മക്കളെ? കോർണർ പോയിന്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അതായത് ഇവിടെ എത്ര കോർണർ പോയിന്റ് ഉണ്ട്? ഇത് എന്ത് ഫിഗർ ആണ് മക്കളെ നമുക്ക് കിട്ടിയത്? ട്രയാങ്കിൾ ആണ്. എന്ത് ഫിഗർ ആണ് മക്കളെ നമുക്ക് കിട്ടിയത്? ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ കോർണർ പോയിന്റ്സ് എത്ര കോർണർ പോയിന്റ്സ് ആണ്? 3 കാണും. ഏതൊക്കെയാണ് മക്കളെ അത്? ഇതെന്ന് പറയുന്നത് 0.6 ആണ്. ഇതെന്താണ് മക്കളെ? 0.5 ആണ്. ഇതെന്താണ് നോക്കിക്കേ, എക്സ് വാല്യൂ 4 ആണ്, വൈ വാല്യൂ 3 ആണ്. നിങ്ങൾക്ക് ഒരു 70-80% ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഗ്രാഫിൽ നിന്ന് എങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ടായിരിക്കണം ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സാക്ട് സ്കെയിൽ വെച്ച് അളന്ന് മാത്രമേ മക്കളെ വരയ്ക്കാവൂ. സ്കെയിൽ എടുത്ത് വെക്കുക. ഓക്കെ, സ്കെയിലിന്റെ കറക്റ്റ് മെഷർമെന്റ് നോക്കി കൃത്യമായിട്ട് അളന്ന് മാത്രമേ നമ്മൾ വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാതെ വെറുതെ നിങ്ങൾ കയറി ഗ്രാഫ് തോന്നിയ പോലെ വരച്ചു വെക്കരുത്. 1 സെന്റിമീറ്റർ, അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ, ഓരോന്നും ഓരോ സെന്റിമീറ്റർ, മുകളിലോട്ട് താഴോട്ട് സൈഡിലോട്ട് ഒക്കെ 1 സെന്റിമീറ്റർ വെച്ച് മാത്രമേ യൂണിറ്റ് ലെങ്ത് എടുത്ത് നിങ്ങൾ ചെയ്യാവൂ. ഓക്കെ, നിർബന്ധമായിട്ടും ആ ഒരു രീതിക്ക് തന്നെയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ മക്കളെ? അല്ലാതെ അളക്കാതെ ചെയ്ത് കളയരുത്. പോയിന്റ് പലയിടത്തും പോകും. നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് അത്യാവശ്യമാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഗ്രാഫ് വരച്ചാൽ ഒരു 70-80% നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ? കൃത്യമായിട്ട് തന്നെ അതിന്റെ റീജിയൻ കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, റീജിയൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരച്ചു എന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് അത് ഏതൊക്കെ വാല്യൂവിന് അടുത്താണ് നിൽക്കുന്നത് നോക്കുക. ആ വാല്യൂവിന് ജസ്റ്റ് നമ്മൾ ഇതിൽ രണ്ടിലും ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പൊ അത് ട്രൂ ആകുന്നു എന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ആണ് കിട്ടേണ്ടത്. നമ്മളെ ഗ്രാഫിൽ എന്തോ ചെറിയ മിസ്റ്റേക്ക് ആണ് എന്ന് മനസ്സിലാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് 2 ഇക്വേഷൻ, നമുക്കിവിടെ 2 ഇക്വേഷൻസ് കിട്ടിയില്ലേ? ആ 2 ഇക്വേഷനും സോൾവ് ചെയ്താൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടും. നിങ്ങൾ കഴിഞ്ഞതിന് മുമ്പുള്ള വർഷം 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതിന് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്, ഇതൊരു ലീനിയർ ഇക്വേഷൻ. അത് സോൾവ് ചെയ്താൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അതാണ് നമ്മളുടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കിട്ടിയില്ല, അതൊക്കെ അവസാന അടവാണ്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിലേക്ക് പോവാം. ബാക്കി ഗ്രാഫിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പറയാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഗ്രാഫ് ഇതാ ഇവിടെ കിട്ടി. നോക്കിക്കേ, നമുക്ക് നോക്കിക്കേ 0.6, 505, 4.3. അതിൽ കിട്ടിയ പോയിന്റ് 0.6, 0.5, 4.3. നമ്മളുടെ 3 പോയിന്റുകളും നമുക്ക് കിട്ടി. ഓക്കെ, നമ്മളുടെ ലൈൻസ്, ഷെയ്ഡഡ് റീജിയൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രാഫിനെ ആസ്പദമാക്കി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തേത് ഫീസിബിൾ റീജിയൻ. അതിൽ ആദ്യത്തെ എന്താണ് മക്കളെ? ഫീസിബിൾ റീജിയൻ. ക്വസ്റ്റ്യനിൽ ഫീസിബിൾ റീജിയൻ എന്ന് കാണുമ്പോൾ തന്നെ പേടിച്ച പലരെ എനിക്കറിയാം.
ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദ്യമൊക്കെ ചെയ്യാൻ അറിയായിരിക്കും. ഫീസിബിൾ റീജിയൻ അത് ABC ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ട് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാൻ വെച്ചപ്പോൾ അയ്യോ ഇത് നമ്മൾ പഠിച്ചില്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചത്, ഇതിപ്പോ വേറെന്തോ കണ്ടുപിടിക്കാനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കും. ഒന്നുമില്ല മക്കളെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ഈ ഷെയ്ഡ് ചെയ്ത് വെക്കുന്ന റീജിയൻ ഉണ്ടല്ലോ, അതിനെയാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അതിനെയാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇനിക്വാളിറ്റീസ് എല്ലാം അഥവാ നമ്മളുടെ കൺസ്ട്രെയിൻസ് എല്ലാം ട്രൂ ആയിട്ട് വരുന്ന അതിന്റെ എല്ലാത്തിന്റെയുമായിട്ടുള്ള കോമൺ റീജിയനെയാണ് എന്തെന്ന് പറയുന്ന മക്കളെ? ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഇനിക്വാളിറ്റീസ് കൂടുതൽ നമ്മൾ എടുക്കുന്നത് XY > 0 എന്ന് പറയുന്ന പോസിറ്റീവ്, എക്സും പോസിറ്റീവ് ആയിക്കോ വൈയും പോസിറ്റീവ് ആയിക്കോ എന്നുള്ള കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ അതിനും ബാധകമാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടോ ആ കൺസ്ട്രെയിൻസിന് എല്ലാത്തിനും ട്രൂ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫീസിബിൾ റീജിയൻ. ആ റീജിയന് ഒരു പ്രത്യേകതയുണ്ട്. ആ റീജിയന്റെ അകത്ത് വരുന്ന പോയിന്റുകൾ, ഓക്കെ, ആ റീജിയന്റെ അകത്ത് വരുന്ന പോയിന്റും അതിന്റെ ബൗണ്ടറിയിൽ വരുന്ന > ഒക്കെ വരുന്നുണ്ട്, ബൗണ്ടറിയും ഉൾപ്പെടും. ഓക്കെ, ആ പോയിന്റിന്റെ അകത്ത് വരുന്നതും ബൗണ്ടറിയിൽ വരുന്നതുമായിട്ടുള്ളതെല്ലാം എന്താണ്? ഫീസിബിൾ സൊല്യൂഷൻസ് ആണ്. പോയിന്റുകളെല്ലാം ഫീസിബിൾ സൊല്യൂഷൻ. കാരണം അതെല്ലാം നമ്മളുടെ എല്ലാ കണ്ടീഷനുകളും ട്രൂ ആയിട്ടുള്ള ആൾക്കാരാണ്. കൺസ്ട്രെയിൻസിന്റെ എല്ലാം ശരിയായിട്ടുള്ള ആൾക്കാരാണ് എന്തെന്ന് പറയുന്ന മക്കളെ? ആ ഒരു ഫീസിബിൾ റീജിയന്റെ അകത്തും അതിന്റെ ബൗണ്ടറിയിലുമായിട്ട് വരുന്ന എല്ലാ പോയിന്റുകളും. ഓക്കെ, അപ്പൊ ആ പോയിന്റുകളെ പറയുന്ന പേരാണ് ഫീസിബിൾ സൊല്യൂഷൻസ്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൊല്യൂഷൻസ് ആണ്. ഇനി ആ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക്. നമുക്ക് ഇത് ആപ്റ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോർണർ പോയിന്റുകൾ. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് മക്കളെ? കോർണർ പോയിന്റുകൾ. എന്താണ് കോർണർ പോയിന്റ് എന്ന് പറയുന്നത്? എ കോർണർ പോയിന്റ് ഓഫ് എ ഫീസിബിൾ റീജിയൻ ഈസ് എ പോയിന്റ് ഇൻ ദ റീജിയൻ വിച്ച് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് ടു ബൗണ്ടറി ലൈൻസ്. നമുക്കതിൽ ഏതൊക്കെ ബൗണ്ടറി ലൈനുകളുണ്ടോ ആ ലൈനുകളൊക്കെ കൂട്ടിമുട്ടുന്ന പോയിന്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മക്കളെ? കോർണർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ബൗണ്ടറി ലൈനുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റുകളെയാണ് കോർണർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ നോക്കി നമ്മൾ നേരത്തെ വരച്ചു വെച്ച ഫിഗറാണ്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പറയാം? ഫീസിബിൾ റീജിയൻ. എന്താണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്ന? ഈ ട്രയാങ്കിൾ ABC എന്ന് പറയുന്നതാണ് ഫീസിബിൾ റീജിയൻ. നമ്മൾ ഇവിടെ നിന്ന് എന്ത് പറയാം മക്കളെ? ട്രയാങ്കിൾ ABC എന്ന് പറയുന്നതാണ് എന്ത്? നമ്മളുടെ ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ. നിങ്ങൾ അത് എടുത്ത് എഴുതേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് എഴുതിയാൽ മതിയാകും. ഓക്കെ, നമ്മളുടെ ഫീസിബിൾ റീജിയൻ എന്താണ്? ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഓക്കെ, ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇനി കോർണർ പോയിന്റുകൾ ഏതൊക്കെയാണ്? ഇവിടത്തെ ഈ ഒരു ചോദ്യത്തിൽ നിന്നുള്ള കോർണർ പോയിന്റുകൾ, ഈ ഒരു ചോദ്യത്തിൽ നിന്നുള്ള കോർണർ പോയിന്റുകൾ ഏതൊക്കെയാണ്? ABC. നോക്കിക്കേ, ABC എന്ന് പറയുന്നതാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്നുള്ള കോർണർ പോയിന്റ്. എപ്പോഴും കോർണർ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക. നോക്കിക്കേ, കോർണർ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് അത് കൂട്ടിമുട്ടുന്ന പോയിന്റ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഗ്രാഫ് കൃത്യമായിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുവരച്ച 6 മാർക്ക് കിട്ടും. അതിലിപ്പോ 4 മാർക്കാണ് നിങ്ങളുടെ പക്കലിരിക്കുന്നത്. ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുന്നത് 3 മാർക്ക്, കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത് 1 മാർക്ക്. 4 മാർക്ക് നിങ്ങളുടെ കയ്യിൽ എന്തായി മക്കളെ? സേഫായി. ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ 4 മാർക്ക്, 6ൽ 4 മാർക്ക് നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞു മക്കളെ. 4 മാർക്ക്. ഇനി ബാക്കി എത്ര മാർക്കും കൂടെ വേണ്ടേ? 2 മാർക്കും കൂടെ. അത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയുന്നതോടുകൂടി ആ 2 മാർക്കും നമ്മളുടെ പോക്കറ്റിലാക്കിയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമ്മളുടെ അടുത്ത ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? ഫീസിബിൾ സൊല്യൂഷൻസ് കിട്ടി. അതിന് സാധ്യമാകുന്ന എല്ലാ സൊല്യൂഷനും കിട്ടി. എല്ലാ സൊല്യൂഷനും ആവശ്യമുണ്ടോ? എല്ലാ സൊല്യൂഷനും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്താണ് മക്കളെ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് ആവശ്യം. അതിന് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ഒരു ഒബ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ടാവും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് നമുക്കൊരു ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ടാസ്ക് പറഞ്ഞിട്ടുണ്ടാവും. അതിനെ മാക്സിമൈസ് ചെയ്യുകയോ മിനിമൈസ് ചെയ്യുകയോ എന്ന് പറഞ്ഞ് നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഫീസിബിൾ സൊല്യൂഷനിൽ നിന്ന് ആ ടാസ്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതോ, അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന പോയിന്റ് ഏതോ, അവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എനി പോയിന്റ് ഇൻ ദ ഫീസിബിൾ റീജിയൻ ദാറ്റ് ഗീവ്സ് ദ ഒപ്റ്റിമൽ വാല്യൂ.
ഓക്കെ, ഫീസിബിൾ റീജിയനിലുള്ള ഏത് പോയിന്റ് ആണോ നമുക്ക് ഒപ്റ്റിമൽ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം അല്ലെങ്കിൽ മിനിമം. ഓക്കെ, അത് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് നമുക്ക് ആവശ്യം. അല്ലാതെ മാക്സിമം പറഞ്ഞിരിക്കുന്നിടത്ത് മിനിമം തരുന്നവനെടുത്ത് വെച്ചിട്ട് എവനാണ് ഇവിടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ എന്ത് കിട്ടും മക്കളെ? ആ 2 മാർക്ക് അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പോ എന്താണ് നമ്മൾ നോക്കേണ്ടത്? നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മാക്സിമം മിനിമം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം മിനിമം വരുന്ന ഒപ്റ്റിമൽ വാല്യൂസ്. ഓക്കെ, ആ വാല്യൂസ് തരുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, മിനിമൈസ് നമുക്ക് ടാസ്ക് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഗ്രാഫ് കാര്യങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വരച്ച സെയിം ഗ്രാഫ് ആണ്. ഓക്കെ, ആ ഒരു ഗ്രാഫ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം മക്കളെ? ഇതിനെ മിനിമൈസ് ചെയ്യണം. ഇതിനെ മിനിമൈസ് ചെയ്യാൻ ആദ്യം നമ്മൾ എന്തറിയണം? കോർണർ പോയിന്റ്സ് അറിയണം. എന്തറിയണം മക്കളെ? കോർണർ പോയിന്റ്സ് അറിയണം. കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണ്? കോർണർ പോയിന്റ്സ് ആർ ഏതൊക്കെയാണ് മക്കളെ? കോർണർ പോയിന്റ്സ് 05 A05 പോയിന്റ് നിങ്ങൾ പേര് കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. B43 C06 ഇതാണ് നമ്മളുടെ പോയിന്റ്. 3 കോർണർ പോയിന്റ്. ഓക്കെ, ഒരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ എന്താണ് ഇനിക്വാളിറ്റി വരയ്ക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ഇനിക്വാളിറ്റി വരയ്ക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എപ്പോഴും വരുന്നത് ബൗണ്ടറി പോയിന്റുകളിലായിരിക്കും. ഒപ്റ്റിമൽ സൊല്യൂഷൻ എപ്പോഴും വരുന്നത് എവിടെയായിരിക്കും മക്കളെ? ബൗണ്ടറി പോയിന്റിലായിരിക്കും വരുന്നത്. ഓക്കെ, ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ എപ്പോഴും ബൗണ്ടറിയിൽ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ബൗണ്ടറിയിൽ മാത്രമൊന്നല്ല, ബൗണ്ടറി മാത്രം നമുക്ക് പറയില്ല, ചിലപ്പോൾ ബൗണ്ടറി ചേർന്ന് വരുന്ന ലൈനുകളും വരാം. ഓക്കെ, എന്തായാലും ഒരു സൊല്യൂഷൻ വരുന്നത് എപ്പോഴും ബൗണ്ടറിയിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ബൗണ്ടറി മാത്രം നോക്കിയാൽ മതിയാകും. ഓക്കെ, അപ്പൊ നമ്മളുടെ കോർണർ പോയിന്റുകൾ, ബൗണ്ടറി പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? കോർണർ പോയിന്റുകൾ മാത്രം നമുക്ക് നോക്കിയാൽ മതിയാകും. കോർണർ പോയിന്റുകൾ നോക്കാം. ഓരോ കോർണർ പോയിന്റ് ആയിട്ട് എടുത്ത് നോക്കാം. സോ എ, അതിനെന്ത് വരയ്ക്കാം മക്കളെ? നമുക്കൊരു ടേബിൾ വരയ്ക്കാം. ടേബിൾ വരച്ച് ചെയ്യുന്നതിന് കുറച്ചും കൂടി ഈസി. ഓക്കെ, ടേബിൾ വരയ്ക്കുക. ടേബിളിൽ നമുക്ക് എന്തൊക്കെയാ മക്കളെ ആവശ്യം? ടേബിളിൽ നമുക്ക് ആവശ്യമുള്ളത് കോർണർ പോയിന്റ്സ് ആവശ്യമുണ്ട്. കോർണർ പോയിന്റ് ഇസഡ് വാല്യൂസ്. ഓക്കെ, കോർണർ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂസ്. അതിന്റെ ലാസ്റ്റ് സൊല്യൂഷൻ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, കോർണർ പോയിന്റ്സ് ആവശ്യമുണ്ട്. കോർണർ പോയിന്റ്സ് Z ഈക്വൽ ടു എന്താണ് മക്കളെ? നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താ? 200x പ്ലസ് 500y. സോ നമുക്കിത് ഇതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഉത്തരമായിട്ടൊന്ന് എടുത്തെഴുതാൻ വേണ്ടിയാണ് അവിടെ ഒരെണ്ണം വരച്ചത്. അത് വരച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഓരോന്നിന്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്താ? A05. അടുത്ത പോയിന്റ് എന്താ മക്കളെ? B43. അടുത്തതോ C06. ഓക്കെ, ഇനി നമുക്ക് ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ ആദ്യത്തേന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ എങ്ങനെയായിരിക്കും മക്കളെ വരുന്നത്? Z ഈക്വൽ ടു 200x. ഓക്കെ, സോ 200 ടൈംസ് നമുക്ക് ഇവിടെ എഴുതാം. Z ഈക്വൽ ടു 200 ടൈംസ് 0 പ്ലസ് 500 ടൈംസ് എന്ത് വരും മക്കളെ? 5 വരും. y5 ആണ്. അതിന്റെ വാല്യൂ എത്ര വരും മക്കളെ? വാല്യൂ എന്ന് പറയുന്നത്, ഓക്കെ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് Z വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. വാല്യൂ എന്ന് പറയുന്നത് 200 into 0 എത്ര വരും? 0 പ്ലസ് 500 into 5 എന്ന് പറയുന്നത് 2500, അതായത് 2500 വരും. എത്ര വരും മക്കളെ? 2500 വരും. അടുത്തത് 43 എന്ന് പറയുമ്പോൾ നമുക്ക് Z എങ്ങനെ വരും? Z ഈക്വൽ ടു 200 ടൈംസ് 4 പ്ലസ് 500 ടൈംസ് 3. ഓക്കെ, ഇത് എത്ര വരും മക്കളെ? 200 ടൈംസ് 4 എന്ന് പറയുന്നത് 800 ആണ്. 500 ടൈംസ് 3 എന്ന് പറയുന്നത് 1500 ആണ്. 500 ടൈംസ് 3 എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 1500 ആണ്. ഓക്കെ, സോ 1500 പ്ലസ് 800
1500 plus 800 എത്ര വരും മക്കളെ? 2300. അടുത്തത് ലാസ്റ്റത്തെ നോക്കിക്കേ. Z equal to 200 times 0 plus 500 times 6. ഓക്കെ, അത് എത്ര വരും? 200 times 0 0 ആണ്. 500 times 6 എത്ര വരും? 3000 വരും. നമുക്കിവിടെ എന്താണ് ടാസ്ക്? മിനിമൈസ് ആണ്. നമുക്കിവിടെ എന്താണ് ടാസ്ക് മക്കളെ? മിനിമൈസ് ആണ്. മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിക്കേ, ഏതാണ് മിനിമം? സോ ഇതാണ് മിനിമം വാല്യൂ. ഇതാണ് എന്ത്? മിനിമം വാല്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ മിനിമം വാല്യൂ. സോ നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? B43 ആണ്. എന്ത്? ഒപ്റ്റിമൽ സൊല്യൂഷൻ. B43 ആണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, B43 നമ്മൾ എന്തെന്ന് പറയുന്നത് മക്കളെ? ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2300 ആണ്. ഇതാണ് നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഇതിനാണ് നിങ്ങൾക്ക് ഈ ഒരു കോർണർ പോയിന്റ്സ് കണ്ടുപിടിച്ച് ഈ ഒരു ടേബിൾ വരയ്ക്കുന്നതിനാണ് മൊത്തത്തിൽ 2 മാർക്ക് വരുന്നത്. ലാസ്റ്റത്തെ മാർക്ക് നിങ്ങൾ ഈ മിനിമം വാല്യൂ ഏതെന്ന് എടുത്തെഴുതുക. ഓക്കെ, ഇത് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ലാസ്റ്റത്തെ നിങ്ങൾ എടുത്തെഴുതുക. എങ്ങനെ എഴുതാം മക്കളെ? എന്താണ്? Z is minimum, Z is, നമുക്കിവിടെ എഴുതാം സൊല്യൂഷൻ. ഞാൻ അവിടെ ഇട്ട് എഴുതണേ സൊല്യൂഷൻ. ഓക്കെ, Z is minimum at 43 and the minimum value is, and the minimum value is, minimum value എത്രയാ മക്കളെ? മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2300 ആണ്. ഓക്കെ, ഈ ഒരു രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ലാസ്റ്റ് എഴുതി നിർത്തേണ്ട വരി. അപ്പൊ എന്തൊക്കെയാ മക്കളെ ചെയ്യേണ്ടത്? ആദ്യം നമ്മളുടെ കൺസ്ട്രെയിൻസ് ഉപയോഗിക്കുക. അത് വെച്ച് നമ്മളുടെ ടേബിൾ, നേരത്തെ നമ്മൾ വരച്ച് വെച്ച ടേബിള് നോക്കിക്കുക മക്കളെ. ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചിട്ട് ആ ലൈൻ വരച്ച് അതിന്റെ റീജിയൻ എങ്ങോട്ടാണ്, മുകളിലോട്ടാണോ താഴോട്ടാണോ സൈഡിലോട്ടാണോ എന്നുള്ളത് നോക്കി ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. എന്നിട്ട് എല്ലാത്തിനും ട്രൂ ആയിട്ടുള്ള റീജിയൻ ഷെയ്ഡ് ചെയ്യുക. അതാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് എന്ന് പറയുന്ന കോർണർ പോയിന്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കോർണർ പോയിന്റ്സ് കണ്ടുപിടിച്ച് ഓരോ കോർണർ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z വാല്യൂസുകൾ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് ഇസഡിന്റെ കണ്ടീഷൻ എന്താണ് തന്നിരിക്കുന്നത്? മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ നോക്കുക. മിനിമൈസ് ആണെങ്കിൽ മിനിമം വാല്യൂ ഏതെന്ന് നോക്കിയിട്ട് Z ഈസ് മിനിമം അറ്റ് ആ പോയിന്റ് എഴുതുക. ആൻഡ് ദ മിനിമം വാല്യൂ ഓഫ് Z ഈസ് എത്രയാണെന്ന് വെച്ചാൽ അതങ്ങ് എഴുതുക. ഓക്കെ, ആ രീതിക്ക് ഏതാ മാക്സിമം ആണെങ്കിൽ അതനുസരിച്ച് എഴുതുക. ഓക്കെ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഇവിടെ അതെന്താ ഇങ്ങോട്ടൊന്ന് ഒറ്റ മിനിറ്റ്. നമുക്ക് ഇതിവിടെ വേണ്ട, +9y ആണ്. +9y +9y ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ നേരത്തെ കണ്ടത്. ഓക്കെ, ബൗണ്ടഡ് ആണ്, നമുക്കിവിടെ എല്ലാം ഡിഫറെന്റ് വാല്യൂസ് ആണ് കിട്ടുക. അല്ലെങ്കിൽ ഒരൊറ്റ മിനിമം വാല്യൂ മാത്രമേ വന്നിട്ടുള്ളൂ. ഒരൊറ്റ മിനിമം വാല്യൂ മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു 80 to 90% ഈ ഒരു തരത്തിലുള്ള ചോദ്യമായിരിക്കും. ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആയിരിക്കും. ഒറ്റ മിനിമം വാല്യൂ അല്ലെങ്കിൽ ഒറ്റ മാക്സിമം വാല്യൂ മാത്രമേ വരത്തുള്ളൂ. ആ രീതിക്കുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ചോദിച്ച് കാണാറുള്ളത്. കൂടുതലല്ല, ഏറെക്കുറെ അതാണ് ചോദിക്കാറുള്ളത്. ഇനി എങ്ങാനും ഒരു ചോദ്യത്തിന് വെറൈറ്റി വേണം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ചിലപ്പോൾ ബൗണ്ടഡ് ആയിട്ട് ഒന്നിൽ കൂടുതലൊക്കെ വരാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നാൽ അതെന്താണ് സൂചിപ്പിക്കുന്നത്? അത് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റിച്ചൊന്നും വെക്കാൻ നിൽക്കേണ്ട. അത് ശരിയാണ്, അങ്ങനെയും വരാം. ഇനി ബൗണ്ട് ചെയ്യാതെയും വരാം. ഫീസിബിൾ റീജിയൻ ബൗണ്ട് ചെയ്യാതെ ക്ലോസ് ചെയ്യാതെ തുറന്ന് ഉള്ള മോഡലിലും നമുക്ക് വരാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു 2 പ്രോബ്ലംസ് കൂടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ടാസ്ക്. മിനിമൈസ് ആൻഡ് മാക്സിമൈസ് Z equal to 3x plus 9y. ഇതിനെ മിനിമൈസും ചെയ്യുക മാക്സിമൈസും ചെയ്യുക. ഓക്കെ, സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. നമുക്ക് കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ആ കൺസ്ട്രെയിൻസ് ഉപയോഗിച്ച് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ആ കൺസ്ട്രെയിൻസ് ഉപയോഗിച്ച് നമുക്ക് ആദ്യം നമ്മളുടെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാം. അപ്പൊ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ എടുക്കാം. സോ ആദ്യത്തെ x plus 3y
എക്സ് പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. സോ ലെസ് ദാൻ അല്ല, അവിടെ ഈക്വൽ ടു ഇടുക, ലൈനാണ് നമ്മൾ നോക്കുന്ന. ഈക്വൽ ടു 60. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ടേബിൾ എങ്ങനെ വരും? ഓക്കെ, എക്സ് വൈ ടേബിൾ എങ്ങനെയാ മക്കളെ വരുന്നത്? എക്സിന് 0 ആകുമ്പോൾ വൈക്ക് എന്ത് വരും? എക്സിന് 0 ആകുമ്പോൾ ഇവിടെ നോക്കിക്കേ മക്കളെ, എക്സിന് 0 കൊടുക്കുമ്പോൾ 3y ഈക്വൽ ടു 60 ആണ്. y ഈക്വൽ ടു എന്ത് വരും? 20 വരും. അടുത്ത് വൈക്ക് 0 കൊടുക്കുമ്പോഴോ എക്സിന് എന്ത് വരും? വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 60 വരും. അപ്പൊ നമ്മളുടെ ഇവിടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? ഇവിടുത്തെ നമ്മളെ പോയിന്റ്സ് എന്ന് പറയുന്നത് 0, 20യും 60, 0യുമാണ്. ഇതാണ് നമ്മുടെ 2 പോയിന്റുകൾ. ഇനി അടുത്തത് നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് ടേബിൾ ഒന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. സോ അടുത്ത് എന്ത് വരും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്താ മക്കളെ? 10. ഈ ഒരു രീതിക്കാണ് വരുന്നതെങ്കിൽ എക്സ് വൈ, എക്സിന് 0 എടുക്കുമ്പോൾ വൈക്ക് എന്ത് വരും? എക്സിന് 0 എടുക്കുമ്പോൾ വൈ ഇല്ല, വൈ ഈക്വൽ ടു 10 വരും. വൈക്ക് 0 എടുക്കുമ്പോഴോ വൈക്ക് 0 എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും? 10 വരും. ഓക്കെ, അപ്പൊ നമ്മളുടെ പോയിന്റ്സ് എന്തൊക്കെയാണ്? 0, 10ഉം 10, 0യുമാണ് നമ്മുടെ പോയിന്റുകൾ. ഓക്കെ, 0, 10ഉം 10, 0യും. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഇല്ലേ? ഏതാണ്? എക്സ് ഈക്വൽ ടു വൈ. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഒരെണ്ണം കൂടെ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് വന്ന ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. അതും നോക്കുക, എത്ര എണ്ണം ഉണ്ടോ അത്രയ്ക്കും നമ്മൾ നോക്കണം. എക്സിന് 0 കൊടുത്താൽ ഇവിടെ വൈക്ക് എന്ത് പറ്റും? എക്സ് 0 ആയി, വൈ ഈക്വൽ ടു അപ്പം എന്ത് തന്നെയാണ്? 0 തന്നെയാകും. വീണ്ടും വൈക്ക് എടുത്ത് 0 എടുക്കാൻ പാടുണ്ട്. ഇങ്ങനെയുള്ള സാധനത്തിലാണ് ഞാൻ പറഞ്ഞത്. എക്സിനും വൈക്കും 0 വന്നു. അപ്പൊ ഒരു പോയിന്റ് എന്താണ്? 0, 0 ആണ്. വീണ്ടും വൈക്ക് എടുത്ത് വെച്ച് 0 എടുക്കാൻ പാടുണ്ടോ? വൈക്ക് 0 എടുത്തിട്ട് കാര്യമില്ല, കാരണം വീണ്ടും എക്സ് ഈക്വൽ ടു 0 തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതേ പോയിന്റ് തന്നെ കിട്ടും. നമുക്ക് 2 വ്യത്യസ്ത പോയിന്റുകളാണ് വേണ്ടത്. അപ്പോൾ എക്സിന് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം എല്ലാം 10ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് 10 കൊടുക്കാം. എക്സിന് 10 ആകുമ്പോൾ വൈക്ക് എന്ത് വരും മക്കളെ? വൈക്കും 10 വരും. എക്സും 10 ആണ്, വൈയും 10 ആണ്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ വലിയ ഏതെങ്കിലും വാല്യൂ കൊടുക്കണേ അതും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന 2 പോയിന്റുകൾ ഏതൊക്കെയാണ്? 0, 0, 10, 10. ഓക്കെ, 0, 0, 10, 10 അങ്ങനെയുള്ള 2 പോയിന്റ്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ ലൈനും വരച്ച് അതിന്റെ റീജിയൻ എങ്ങോട്ടാണെന്ന് നോക്കാം. ആദ്യത്തത് 0, 20യും എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60 വരുന്നതാണ് വരയ്ക്കാൻ പോകുന്നത്. അത് വരയ്ക്കാൻ നോക്കിക്കേ, 0, 20. അപ്പൊ നമുക്ക് ഇവിടെ നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. നമ്പേഴ്സ് എങ്ങനെ മാർക്ക് ചെയ്യാം മക്കളെ? ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 10 വെച്ച് മാർക്ക് ചെയ്യാം. 10, 20, 30, 40, 50, 60, 70, 80, 90, 100 അതുപോലെ 0. ഇവിടെ -10 വരും, -20 വരും, ഇങ്ങോട്ട് -10 വരും, -20 വരും. 10, 20, 30, 40, 50, 60, 70, 80, 90, 100 ആ ഒരു രീതിക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. 0, 20യും 60, 0യും. 0, 20 ഇവിടെ വരും, 60, 0 ഇവിടെ വരും മക്കളെ, ഇവിടെ വരും. ഓക്കെ, ഇനി നമുക്ക് അതിനെ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് ആ ലൈൻ വരുന്നത്. ഇനി അടുത്ത എന്താണ്? 10, 0യും 0, 10ഉം. 10, 0യും 0, 10ഉം ഇവിടെയാണ് വരുന്ന ഒരു പോയിന്റ്. 0, 10 ഇവിടെ വരും. ഈ രീതിക്കാണ് ലൈൻ പോകുന്നത് കേട്ടോ. അപ്പൊ ലൈൻ എന്ത് വന്നു? ഓക്കെ, ഇതാണ് നമ്മുടെ ലൈൻ വന്ന ആദ്യത്തെ ലൈൻ. നോക്കിക്കേ, ആദ്യത്തെ ഇതാണ്. ആദ്യത്തെ ലൈൻ ഏതാണ്? ലൈൻ ഒന്ന് എഴുതിക്കേ, എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60. ഓക്കെ, രണ്ടാമത്തെ ലൈൻ എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. ഓരോന്നായിട്ട് വരച്ച് റീജിയൻ നോക്കിയാൽ മതി. എക്സ് പ്ലസ് 3y നോക്കിക്കേ, ഇവിടെ നമുക്ക് 0, 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? 0, 0 കൊടുത്താൽ ഇവിടെ നമ്മൾ കൊടുത്താൽ എന്ത് സംഭവിക്കും മക്കളെ? 0, 0 കൊടുത്താൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60,
false ആണ് അല്ലേ? സോറി, ട്രൂ ആണ്. 0 ലെസ് ദാൻ അല്ലേ? ട്രൂ ആണ്. ഓക്കെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ഒന്നും എന്താണ്? ട്രൂ ആണ്. സോ നമ്മളുടെ ആദ്യത്തെ ലൈൻ ഇതാണ്. അതിന്റെ റീജിയൻ എങ്ങോട്ടാണ് മക്കളെ? താഴോട്ടാണ്. അതിന്റെ റീജിയൻ താഴേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇനി അതിന്റെ മുകളിലോട്ടുള്ള റീജിയനെ പറ്റി ചിന്തിക്കണോ? വേണ്ട, അതിന്റെ മുകളിലോട്ട് ഇനി എന്തായാലും വരില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് മാത്രമേ വരത്തുള്ളൂ. ഇതിന്റെ അകത്ത് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. അതിൽ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉണ്ട്. സോ ഇതിന്റെ അകത്ത്, ഈ ട്രയാങ്കിളിന്റെ അകത്ത് മാത്രമേ നമ്മളുടെ റീജിയൻ വരത്തുള്ളൂ എന്ന് ഉറപ്പായി. ഇനി നോക്കിക്കേ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. സോ ഇവിടെ നമ്മൾ 0 0 കൊടുത്താൽ, എന്ത് സംഭവിക്കും? നോക്കിക്കേ മക്കളെ, ഇവിടെ 0 0 കൊടുത്താൽ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് വരും. അതെന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അല്ല, അത് തെറ്റാണ്. അപ്പൊ ഇവിടെ 0 0 വരുന്ന പോയിന്റ് വരോ? ഇല്ല. സോ ഇതിന്റെ മുകളിലേക്കേ വരത്തുള്ളൂ. അപ്പൊ ഇനി ഇവിടെ ഏത് റീജിയനെ വരത്തുള്ളൂ? ഈ ഒരു റീജിയൻ ആണ് വരുന്നത്. അത്രയാണോ നമ്മളിപ്പോ ഷെയ്ഡ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, അതിന് നമുക്ക് ഒരു ലൈനും കൂടെ ഉണ്ട്. എന്തും കൂടെ ഉണ്ട് മക്കളെ? ഒരു ലൈനും കൂടെ ഉണ്ട്. ആ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നോക്കുക. ആ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 0 എടുത്ത് ആ ലൈൻ ആദ്യം വരയ്ക്കാം. ഏതാണ്? 0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. പിന്നെ അടുത്ത പോയിന്റ് ഏതാ? 10 10. ഇവിടെ 10, എക്സ് 10, വൈ 10. സോ ഇതാണ് നമ്മുടെ ലൈൻ വരുന്നത്. ഇതാണ് മക്കളെ നമ്മളുടെ ലൈൻ എന്ന് പറയുന്നത്. ലൈൻ ഏതാണ്? എക്സ് ഈക്വൽ ടു വൈ ആണ് ലൈൻ, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 അങ്ങനെ എഴുതിയാലും മതി. ഇവിടെ നമുക്ക് ആ രീതി കിടക്കുന്നതുകൊണ്ടാണ് അതങ്ങ് എഴുതിയത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എത്ര റീജിയൻസ് വന്ന് നോക്കിക്കേ. നമുക്ക് ഇതിന്റെ മുകളിലോട്ടും ഇതിന്റെ താഴോട്ടും വരുന്ന രീതിക്ക് ഈ ഒരു ഇതിന്റെ അകത്ത് തന്നെ 2 റീജിയൻ വന്നു. അതിലേതാണെന്നാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. അതിൽ നോക്കിക്കേ, ഇവിടെ 0 0 എടുത്ത് നോക്കാൻ പാടുണ്ടോ? ഇവിടെ 0 0 നോക്കിയാൽ 0 അതിലെ പോയിന്റ് ആണ് അല്ലേ? അപ്പൊ അത് കൊടുക്കാതിരിക്കുക. അതല്ലാതെ ഏതൊരു പോയിന്റ് വേണോ കൊടുക്കാം. അതല്ലാതെ നമുക്ക് ഈ ലൈനിന്റെ താഴോട്ടാണോ മുകളിലോട്ടാണോ എന്നറിയാം. ഏത് പോയിന്റ് കൊടുക്കാം? 0 10 കൊടുക്കാം, 10 0 കൊടുക്കാം, 20 0 കൊടുക്കാം, 10 0 കൊടുക്കാം, 20 0 കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഏത് പോയിന്റ് വേണോ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു? 10 0 കൊടുക്കുന്നു. ഓക്കെ, 10 0 കൊടുത്താൽ എന്താണ്? നോക്കിക്കേ, എക്സ് 10 ആണ്. സോ 10 എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് ലെസ് ദാൻ വൈ ആണ്. സോ 10 ലെസ് ദാൻ 0. 10 ലെസ് ദാൻ 0. 10 0 എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. 10 ലെസ് ദാൻ 0 ആണ്. 10 0നെ കാട്ടി ചെറുതാണ്. ട്രൂ ആണോ? അല്ല, അത് ഫോൾസ് ആണ്. 10 0നെ കാട്ടി വലുതാണ്. അപ്പൊ ഏത് റീജിയൻ ആണ്? ഇതിന്റെ അപ്പർ മോസ്റ്റ് റീജിയൻ ആണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഷെയ്ഡ് ചെയ്യേണ്ട റീജിയൻ ഏതായിരിക്കും മക്കളെ വരുന്ന? ഷെയ്ഡ് ചെയ്യേണ്ട റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ് വരുന്നത്. നോക്കിക്കേ, ഇതിനെല്ലാത്തിനും ട്രൂ ആയിട്ടുള്ളത്. മറ്റേ നമ്മൾ ഷെയ്ഡ് ചെയ്തില്ല അല്ലേ? മാർക്ക് ചെയ്തില്ല അല്ലേ? അതും കൂടെ മാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. നോക്കിക്കേ, ഇതിങ്ങോട്ട്, ഇതും ഇങ്ങോട്ടാണ് അല്ലേ? കാരണം എന്തുകൊണ്ടാ? ഈ പോയിന്റ് എടുത്തപ്പോൾ അതിന് ഫോൾസ് ആയിരുന്നു. അപ്പൊ ഇത് മുകളിലോട്ടാ, ഇത് മുകളിലോട്ട്, ഇത് ഇങ്ങോട്ട്, ഇത് താഴോട്ട്. ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാ? ഇതാണ്. മൊത്തത്തിൽ ആക്ച്വലി ഈ ഒരു ട്രയാങ്കിൾ മൊത്തം ഉണ്ട്. പക്ഷെ നമുക്കിവിടെ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അതാണ് നമുക്ക് ഈ ഒരു റീജിയൻ ആയിട്ട് കിട്ടിയത്. ഇവിടെ എന്ത് ഫിഗർ ആയിട്ട്? ഒരു ട്രപ്പീസിയം മോഡൽ. ട്രപ്പീസിയം അല്ല, ഒരു കോർഡിലാറ്റർ. ആ ഒരു കോർഡിലാറ്ററിലാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ കോർണർ പോയിന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ. അപ്പൊ ഇതാണ് എന്ത് മക്കളെ? നമ്മളുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇതാണ് ഫീസിബിൾ റീജിയൻ. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് വേണം? കോർണർ പോയിന്റ്സ് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ കോർണർ പോയിന്റ്സ് എടുത്ത് എഴുതാം. കോർണർ പോയിന്റ്സ് ആർ ഏതൊക്കെയാണ്? കോർണർ പോയിന്റ്സ് ഏതൊക്കെയാ? ഇനി നമുക്ക് അടുത്ത് ചെയ്യാനായിട്ട്, അപ്പൊ ഇത്രയും ചെയ്താൽ നമുക്ക് 3 മാർക്ക് കിട്ടും. ഇനി ഇതിന്റെ കൂടെ അടുത്ത് ചെയ്യാനായിട്ട് കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണ്? കോർണർ പോയിന്റ്സ് നോക്കിക്കേ, ഇതൊരു കോർണറാണ്, ഇതൊരു കോർണറാണ്, ഇതൊരു കോർണറാണ്, ഇതൊരു കോർണറാണ്. ഓക്കെ, അപ്പൊ ഈ കോർണർ എന്താ വരുന്നത്? കോർണർ പോയിന്റ്സ് ആർ ഏതൊക്കെ വരും? നമുക്ക് വരുന്നത് 0 10 വരും. അടുത്ത ഏതാ വരുന്നേ? 0 20 വരും. ഇനി നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കണം? ഇതും കണ്ടുപിടിക്കണം. അതിന് നമ്മളുടെ ഈ ലൈനും ഇതും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടിയോ? ഇല്ല. അതാണ് പറഞ്ഞത്, ചില നേരത്തെ നമുക്ക് ഡയറക്റ്റ് ഗ്രാഫിൽ നിന്ന് കിട്ടണം എന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മളുടെ എന്ത് ചെയ്യുക? ലൈൻസ് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പൊ ആ ഒരു രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കാം.
ഓക്കെ, അപ്പൊ കോർണർ പോയിന്റ്സ് ഇനിയും ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇനിയും കോർണർ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ കോർണർ പോയിന്റ്സ് എടുക്കാം. ഇത്രയാണോ കോർണർ പോയിന്റ്സ്? അല്ല, ഇനിയും കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആ കോർണർ പോയിന്റ്സ് കൂടെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്യാം. കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കുക. ആദ്യത്തെ ഇക്വേഷൻ ഏതൊക്കെയാണ്? ഈ ലൈനും ഈ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്നത് x = y ഉം x + y = 10 ആണ് നോക്കേണ്ടത്. സോറി, നമുക്ക് ഏതൊക്കെ ഇക്വേഷനെ സോൾവ് ചെയ്യേണ്ടത്? x = y ഉം x + y = 10 ആണ്. അതിൽ നമുക്ക് എന്ത് കിട്ടും? x + x = 10. ഓക്കെ, x = 5 കിട്ടും, y = 5 കിട്ടും, y, x = 5 കിട്ടും. ഇതാണ് ആദ്യത്തെ നിന്ന് കിട്ടുന്നത്. അപ്പൊ അടുത്ത കോർണർ പോയിന്റ് ഏതൊക്കെയാണ്? 5, 5 ആണ് അടുത്ത കോർണർ പോയിന്റ്. ഇനി ഇത് കിട്ടാൻ ഏതൊക്കെ ലൈൻസ് സോൾവ് ചെയ്യണം? x = y ഉം x + 3y = 16 സോൾവ് ചെയ്യണം. ഓക്കെ, x = y ഉം x + 3y = 16 സോൾവ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് നോക്കിക്കേ. ഇവിടെ നമുക്ക് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂല. ഇവിടെ y വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x വരെ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് പറ്റും? y + 3y = 60, y = 4y = 60 വരും. അഥവാ y = 15 വരും. y = 15 ആണെങ്കിൽ x = എന്താണ്? 15 ആണ്. അപ്പൊ നമ്മളുടെ അടുത്ത പോയിന്റ് ഏതായിരുന്നു? 15,15. ഇവിടെ നിങ്ങൾ 5 ഗ്യാപ്പ് ഇട്ടാണ് വരച്ചെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിക്കാണ് വരുന്നത്. ഇതാണ് നമ്മുടെ കോർണർ പോയിന്റ്. കോർണർ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? അടുത്ത് ടേബിൾ വരയ്ക്കണം. അടുത്ത് എന്ത് വരയ്ക്കണം? ടേബിൾ വരയ്ക്കണം. കോർണർ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ടേബിൾ വരയ്ക്കുക. ഓക്കെ, ഇവിടെയാണ് വരുന്ന ടേബിൾ വരയ്ക്കുക. ടേബിളിൽ എന്തൊക്കെയാണ് വേണ്ടത്? ടേബിളിൽ നമുക്ക് കോർണർ പോയിന്റ് ആവശ്യമുണ്ട്, ഇസഡ് വാല്യൂ ആവശ്യമുണ്ട്, ഫൈനലായിട്ട് ഇസഡ് ഒന്ന് എടുത്തെഴുതാനും ആവശ്യമുണ്ട്. ഓക്കെ, കോർണർ പോയിന്റ്സ് z = നമ്മളുടെ z എന്തായിരുന്നു മക്കളെ? z = 3x + 9y. 3x + 9y. ഓക്കെ, ഇസഡിന്റെ വാല്യൂസ് ആണ് എഴുതേണ്ടത്. 0, 10, 0, 20, 5, 5, 15, 15. ഓക്കെ, ഇനി നമുക്ക് z കണ്ടുപിടിക്കാം. 3 × 0. അപ്പൊ z = എന്ത് വരും? z = 3 × 0 + 9 × 10. എത്ര വരും മക്കളെ? 3 × 0 0 ആണ്, 9 × 10 എന്ന് പറയുന്ന 90 ആണ്. അടുത്തത് z = 3 × 0 + 9 × 20. സോ എത്ര വരും? 180 വരും. അടുത്തത് z = 3 × 5 + 9 × 5. ഓക്കെ, 3 × 5 എന്ന് പറഞ്ഞാൽ 15 ആണ്, 9 × 5 എന്ന് പറഞ്ഞാൽ 45 ആണ്. 45 + 15 എത്ര വരും മക്കളെ? 60 വരും. ഓക്കെ, 15, 45, 15 വന്നു, 45 വന്നു, 50, 60. 60 ആണ്. അടുത്ത് z = അടുത്ത് നോക്കാം. 3 × 15 + 9 × 15. ഓക്കെ, 3 × 15 എത്രയാ? 45 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് എന്താണ്? 45 പ്ലസ് ഇവിടെ എത്ര വരും? 9 × 15 എന്ന് പറയുമ്പോൾ എത്ര വരും? 135 വരും. 45 + 135 എന്ന് പറയുന്നത് 180 ആണ്. സോ ഇതിന്റെ ആൻസർ എത്രയായിരുന്നു മക്കളെ? 180 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി നോക്കിക്കേ. നമുക്ക് മിനിമം കണ്ടുപിടിക്കണം. മിനിമൈസ് ആൻഡ് മാക്സിമൈസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ മിനിമം വാല്യൂ. മാക്സിമം എത്ര എണ്ണം കിട്ടി? മാക്സിമം എന്ന് പറയുന്നത് 2 എണ്ണം കിട്ടി അല്ലേ? ഇതാണ് മാക്സിമൈസ്. മാക്സിമം നമുക്ക് എത്ര പേരെ കിട്ടി മക്കളെ? 2 പേരെ കിട്ടി. അപ്പൊ അങ്ങനെ നമുക്ക് 2 പേരെ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, അങ്ങനെ നമുക്ക് 2 പേരെ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, സോ നമുക്ക് ഇതിന് വേണമെങ്കിൽ പേര് കൊടുക്കാം, ABCD. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം മക്കളെ? മാക്സിമം വാല്യൂ കിട്ടുന്നത് ഈ 2 പോയിന്റും കണക്ട് ചെയ്യുന്ന ലൈനിനാണ്. ഏത് ലൈനിനാണ് മക്കളെ? BD എന്ന് പറയുന്ന. നമുക്കിവിടെ പോയിന്റുകൾ ഏതൊക്കെയായിരുന്നു? 0, 10, 10, 0, സോറി 0, 10 A, ഇതായിരുന്നു നമ്മൾ B കൊടുത്തത്, C ഇതായിരുന്നു,
ഡി ഇതായിരുന്നു. ഓക്കെ, നോക്കിക്കേ. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ മാക്സിമം വരുന്ന സൊല്യൂഷൻ വരുന്ന ഏത് ലൈൻ സെഗ്മെന്റിനാണ്? ബി ഡി എന്ന് പറയുന്ന ആ ഒരു ലൈൻ സെഗ്മെന്റിനാണ് വരുന്നത്. ആ ഒരു ലൈനിനാണ് എന്ത് വരുന്നത് മക്കളെ? നമ്മളുടെ സൊല്യൂഷൻ മാക്സിമൈസ് ആയിട്ട് നിൽക്കുന്നത്. ആ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും നമുക്ക് സൊല്യൂഷൻ ആകും. അപ്പൊ അവിടെ എത്ര സൊല്യൂഷൻ വരുന്നുണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരുന്നുണ്ട്. എത്ര സൊല്യൂഷൻ വരുന്നുണ്ട് മക്കളെ? ഇൻഫിനിറ്റ് നമ്പർ. അപ്പൊ നമുക്ക് ഒരു സൊല്യൂഷൻ തന്നെ വരണം എന്നില്ല. ഒപ്റ്റിമൽ ആയിട്ട് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരാം. അതിനൊരു എക്സാമ്പിൾ ആണിത്. ഓക്കെ, അതായത് മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്ന് പറയുന്ന രണ്ട് പേര് വന്നിരുന്നാൽ ആ രണ്ട് പോയിന്റേയും കണക്ട് ചെയ്യുന്ന ലൈൻ ആണ് എന്ത്? നമ്മളുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ ലൈനിലെ എല്ലാ പോയിന്റും ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? Z is minimum at ഏത് പോയിന്റിലാണ് മിനിമം? 5 5 and the minimum value is എത്രയാണ്? 60 ആണ്. ഓക്കെ, അടുത്ത് മാക്സിമം എവിടെയാണ്? Z the minimum value, അത് നമുക്ക് വേറൊരു രീതിക്ക് എഴുതാൻ പറ്റുന്നത് the maximum value, ഇതിനും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് എഴുതാം കേട്ടോ. The maximum value of Z is 180 at the line connecting, at the line segment. ഇവിടെ നമുക്ക് വരുമ്പോൾ ലൈൻ സെഗ്മെന്റ് ആണ്. സെഗ്മെന്റ് കണക്റ്റിംഗ് B020 and D1515. ഓക്കെ, ആ രണ്ട് പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. ഓക്കെ, ബി ഡി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ആണ് എന്ത് മക്കളെ? നമ്മളുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ, അഥവാ മാക്സിമം വാല്യൂസ് വരുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത്. ആ ലൈനിലെ ഏതൊരു പോയിന്റിനും Z എന്താണ്? മാക്സിമം ആണ്. ഓക്കെ, അപ്പൊ ആ ലൈനിലുള്ള ഏത് പോയിന്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു സൊല്യൂഷൻ വേണമെങ്കിലോ നമുക്ക് ചൂസ് ചെയ്യാം. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഒരു പോയിന്റേ നമുക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ വാല്യൂ ആണ് നമ്മുടെ മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്താണോ അത് എഴുതിയിട്ട് അതിനനുസരിച്ച് എഴുതുക. അതല്ല, ഇനി നമുക്ക് രണ്ടുപേരെ കിട്ടിയാൽ ആ ലൈൻ സെഗ്മെന്റ്, അത് രണ്ടും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് എന്ത് മക്കളെ? മാക്സിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സപ്പോസ് മൂന്നാമത്തെ ഒരു കേസ് വരുന്നത്, സപ്പോസ് നമ്മളുടെ റീജൻ എന്താണ്? അൺബൗണ്ടഡ് ആണ്. സപ്പോസ് നമ്മളുടെ റീജൻ എന്താണ് മക്കളെ? അൺബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് അല്ല, അതിനെ ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ഒരു ലൈൻസ് ഒന്ന് വരച്ചു നോക്കാം. ഓരോന്ന് നമുക്കിനി പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം. ഓക്കെ, എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മളുടെ ടേബിൾ ഓഫ് വാല്യൂസ് ആദ്യത്തെ ഇക്വേഷൻ എഴുതിയില്ല അല്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ എന്തൊക്കെ ആവശ്യമുണ്ട്? ലൈന് കണക്ട് ചെയ്യുന്നുണ്ട്. സെയിം സാധനം തന്നെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ആവശ്യം വരുന്നുണ്ട്. ജസ്റ്റ് ഒരു കോപ്പി എടുക്കാം. മൊത്തത്തിൽ ചെറുതാക്കാം കുറച്ചും കൂടെ. ഓക്കെ, ജസ്റ്റ് നമ്മളുടെ വാല്യൂസുകൾ എഴുതാൻ വേണ്ടിയുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഓരോന്നായിട്ട് വരയ്ക്കുന്നതിനെല്ലാം കൂടെ ഒന്നിച്ച് വരച്ചാണ്. ആദ്യത്തെ എന്താണ്? 2x - y = -5. എക്സ് വൈ, എക്സിന് 0 എടുക്കുമ്പോൾ എന്ത് വരും? എക്സിന് ഇവിടെ 0 എടുക്കുമ്പോൾ -y = -5, y = 5 വരും. അടുത്ത് വൈക്ക് 0 എടുക്കുമ്പോഴോ, വൈക്ക് 0 എടുക്കുമ്പോൾ 2x = -5 അഥവാ y = x = എന്ത് വരും? -5/2, 2.5 വരും. ഓക്കെ, ഇനി അടുത്ത് അപ്പൊ ഇവിടെ പോയിന്റുകൾ ഏതൊക്കെയാണ്? ഇവിടെ പോയിന്റുകൾ 0 5 -2.5 0 ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ട് പോയിന്റുകൾ. അടുത്ത് ഇവിടെ നോക്കിക്കേ, എക്സ് വൈ ലൈൻ ഏതാണ്? 3x + y = 3 വരും. ഓക്കെ, പോയിന്റ് ഏതൊക്കെയാണ്? എക്സിന് 0 എടുക്കുമ്പോൾ y = 3 വരും, വൈക്ക് 0 എടുക്കുമ്പോൾ x = 1 വരും. വൈക്ക് 0 എടുക്കുമ്പോൾ 3x = 3, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. ഓക്കെ, അപ്പൊ നമ്മളുടെ പോയിന്റ് ഏതൊക്കെയാണ്? 0 3 1 0. ഓക്കെ, അടുത്ത ലൈൻ ഏതാണ്? 2x - 3y = 12. എക്സ് വൈ,
എക്സിന് 0 എടുക്കുമ്പോൾ -3y = 12, y = -4. ഓക്കെ, അടുത്ത് ഇവിടെ എടുക്കുമ്പോഴോ yക്ക് 0 എടുക്കുമ്പോൾ 2x = ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ 6 കിട്ടും. നമ്മളിവിടെ ഇപ്പോൾ വേറൊരു പോയിന്റ് നമുക്ക് നോക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ നമുക്ക് 0 കിട്ടുമ്പോൾ എന്താണ് മാർക്ക് ചെയ്യാൻ പാടാണ്. ഞാൻ അതിനനുസരിച്ച് എടുത്തിട്ടില്ല. നിങ്ങൾ എന്തായാലും ടേബിൾ വരച്ചിട്ടായിരിക്കും ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പൊ ആ ടേബിൾ വരച്ചിട്ട് അതിനനുസരിച്ച് വരച്ചാൽ മതി. അപ്പൊ -4 വരുമ്പോൾ -4 നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം അല്ലേ, മാർക്ക് ചെയ്യാം. അപ്പൊ കുഴപ്പമില്ല, ഇവിടെ ഇട്ട് വരും കേട്ടോ. കറക്റ്റ് എൻഡിങ്ങിലാണ് വരുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇവിടുത്തെ പോയിന്റ് ഏതൊക്കെയായിരുന്നു? 0, -4, 6, 0. ഇത്രയാണ് പോയിന്റുകൾ വരുന്നത്. അപ്പൊ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 0, 1, 2, 3, 4, 5, 6, 7, 8. അങ്ങോട്ട് പോവും. 1, 2, 3, 4, 5, 6, 7. നമുക്ക് താഴോട്ടും ഇങ്ങോട്ടൊക്കെ വരയ്ക്കാം കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ ടേബിൾ വരച്ചിട്ടാണ് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പൊ അതിന് സൂട്ടാകുന്ന രീതിക്ക് ഗ്രാഫ് വരയ്ക്കുക. -1, -2, -3, -4, -1, -2, -3, -4. ഓക്കെ, ആ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തത് 0, 5 എവിടെ വരും? x0, y5. അടുത്തെന്താണ്? -2.50. -2.5 എന്ന് പറയുമ്പോൾ -3ക്കും 2നും 3ക്കും ഇടയ്ക്കാണ്. ഇതാണ് -2.50 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈൻ കണക്ട് ചെയ്യാം. നോക്കിക്കേ മക്കളെ, ഇതാണ് നമ്മുടെ ലൈൻ വരുന്നത്. ഓക്കെ, അതിന്റെ റീജിയനും കൂടെ മാർക്ക് ചെയ്ത് പോവാം. റീജിയൻ അങ്ങനെ ആയിരിക്കും വരുന്ന മക്കളെ. ഇവിടെ നമ്മൾ 0, 0 എടുത്താൽ എന്ത് സംഭവിക്കും? 0, 0 എടുത്താൽ നമുക്ക് 0 > -5. ട്രൂ അല്ലേ? 0 > -5 ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ താഴോട്ടുള്ള റീജിയൻ വരും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, 0 വരുന്ന റീജിയൻ വരും കേട്ടോ. അടുത്ത് നോക്കാം നമുക്ക്. 0, 0 എടുത്താൽ എന്ത് സംഭവിക്കും? ഇവിടെ 0, 0 എടുത്താൽ 0 > 3 ആണ്. ഇതെന്താണ്? ട്രൂ ആണ്. 0 > 3 ആണ്. ഇതെന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, അടുത്ത് ഇവിടെ 0, 0 എടുത്താൽ എന്ത് സംഭവിക്കും? 0, 0 മൂന്നാമത്തേൽ 0, 0 എടുക്കുകയാണ്. 0, 0 എടുക്കുമ്പോൾ 0 < 12 ട്രൂ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. രണ്ടാമത്തെ ലൈൻ നോക്കാം. രണ്ടാമത്തെ ലൈൻ ഏതൊക്കെയാണ്? 0, 3ഉം 1, 0ഉം ആണ് മാർക്ക് ചെയ്യേണ്ടത്. 0, 3ഉം 1, 0ഉം. 0, 3 എവിടെ വരും മക്കളെ? 0, 3 എന്ന് പറയുന്നത് എവിടെ വരും? 1, 0. 1, 0 എവിടെ വരും മക്കളെ? 1, 0 എവിടെ വരും? ഓക്കെ, അപ്പൊ നമ്മളുടെ ലൈൻ നമുക്ക് മാർക്ക് ചെയ്യാം. ലൈൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ലൈൻ വരുന്നത്. ഇതാണ് മക്കളെ നമ്മുടെ ലൈനായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ലൈൻ. അടുത്ത ഏതാ പോയിന്റ്? 2x - 3y ആണ്. അതിന്റെ നോക്കുകയെ അതിന്റെ പോയിന്റ്സ് ഏതൊക്കെയാ വരുന്നേ? 0, -4. 0, -4 എവിടെ വരും? ഇവിടെ ആയിട്ടാണ് വരുന്നത് 0, -4. അടുത്ത് 6, 0. 6, 0 എവിടെ വരും? ഇവിടെ വരും. അപ്പൊ നമ്മളുടെ പോയിന്റ് ഏതാണ്? മറ്റേ റീജിയൻ മാർക്ക് ചെയ്തില്ല അല്ലേ? മറ്റേ റീജിയൻ അങ്ങോട്ട് വരും മക്കളെ? ഫോൾസ് ആണ് അല്ലേ? അപ്പൊ 0 ഇല്ലാത്ത റീജിയൻ അതെങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് വരേണ്ടത്. ഓക്കെ, അടുത്ത് ലാസ്റ്റത്തെ നോക്കിക്കേ. കണക്ട് ചെയ്യാം, ലൈൻ കണക്ട് ചെയ്യാം. ലൈന് നമുക്ക് ഈ ലൈനിൽ നിന്ന് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടാണ് ലൈൻ കണക്ട് ചെയ്യേണ്ടത്. ലൈൻ കണക്ട് ചെയ്യുക. ഓക്കെ, ലൈൻ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? റീജിയൻ നോക്കാം. റീജിയൻ എങ്ങോട്ടാ മക്കളെ വരുന്നത്? 0, 0 എന്തായിരുന്നു? ട്രൂ ആയിരുന്നു. 0, 0ക്ക് ട്രൂ എന്ന് പറയുമ്പോൾ ഏത് റീജിയനാ? മുകളിലേക്കാണ് വരുന്നത്. നോക്കിക്കേ മക്കളെ, നമ്മളുടെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഇതിന്റെ ഇങ്ങോട്ട്, ഇതിന്റെ മുകളിലേക്ക്, ഇതിന്റെ താഴേക്ക്. ഏത് റീജിയനാ വരുന്നത്? ഈ ഒരു ഓപ്പൺ റീജിയൻ ആണ് വരുന്നത് അല്ലേ? ഏത് റീജിയൻ മക്കളെ വരുന്നത്? ആ ഒരു ഓപ്പൺ റീജിയൻ ആണ് വരുന്നത്. ആ ഒരു ഓപ്പൺ റീജിയൻ ആണ് വരുന്നത് അല്ലേ? ഈ ഒരു ഓപ്പൺ റീജിയൻ ആണ് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത്.
ഓക്കെ, അതാ ഈ ഒരു ഓപ്പൺ റീജിയൻ ആണ് നമുക്ക് വരുന്നത്. അങ്ങോട്ട് പോകുന്ന ആ ഒരു ഓപ്പൺ റീജിയൻ അല്ലേ? അത് ക്ലോസ്ഡ് ആണോ? അല്ല, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് തുറന്നായിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ബൗണ്ടഡ് ആയിട്ട് അൺബൗണ്ടഡ് ആയിട്ട് വന്നാൽ, അങ്ങനെ എന്തായിട്ട് വന്നാൽ മക്കളെ? അൺബൗണ്ടഡ് ആയിട്ട് വന്നാൽ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതിയിൽ വന്നാൽ, ബൗണ്ട് ചെയ്യാതെ വന്നാൽ നമുക്ക് ഒരെണ്ണം മാത്രം, മാക്സിമമോ മിനിമമോ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്നുകിൽ മാക്സിമം കിട്ടും അല്ലെങ്കിൽ മിനിമം കിട്ടും. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മിക്കവാറും മിനിമം ആയിരിക്കും നമുക്ക് കിട്ടാറുള്ളത്. അങ്ങോട്ട് ബൗണ്ട് ചെയ്ത് വരുമ്പോൾ മിക്കവാറും മിനിമം ആയിരിക്കും നമുക്ക് കിട്ടാറുള്ളത്. ഓക്കെ, മാക്സിമം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാറില്ല. ഏതെങ്കിലും ഒന്നേ നമുക്ക് എപ്പോഴും പറയാൻ പറ്റത്തുള്ളൂ, ഇതർ മാക്സിമം ഓർ മിനിമം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, മിനിമൈസ് ചെയ്യാനാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മിനിമൈസ് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അതിനാദ്യം എന്ത് വേണം? കോർണർ പോയിന്റ്സ്. എന്ത് വേണം മക്കളെ? കോർണർ പോയിന്റ്സ്. കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണ്? കോർണർ പോയിന്റ്സ് ആർ ഏതൊക്കെയാ മക്കളെ കോർണർ പോയിന്റ്സ് വരുന്നേ? ഇവിടെ ഏതൊക്കെ കോർണർ പോയിന്റ് വരുന്നേ? 1 0 വരുന്നുണ്ട്. അടുത്ത് എന്താണ്? 6 0 വരുന്നുണ്ട്. അടുത്ത് ഏത് വരുന്നുണ്ട്? 5 0 വരുന്നുണ്ട്. സോറി, 0 5. ഏത് വരുന്നുണ്ട് മക്കളെ? 0 5. ഇത്രയും പോയിന്റുകളല്ലേ വരുന്നേ? യെസ്, ഇത്രയും പോയിന്റുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആ കോർണർ പോയിന്റ് വെച്ച് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സോറി, പ്രോബ്ലം അല്ല. കോർണർ പോയിന്റ് ഇതാണ് നമ്മുടെ കോർണർ പോയിന്റ്സ്. നമ്മൾ നേരത്തെ ചെയ്യാറുള്ള പോലെ തന്നെ നമുക്ക് ടേബിൾ വരയ്ക്കാം. സ്റ്റെപ്പുകൾ എല്ലാത്തിനും സെയിം ആണ്, വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ടേബിൾ വരയ്ക്കുക, കോർണർ പോയിന്റുകൾ മാർക്ക് ചെയ്യുക, ഇസഡ് മാർക്ക് ചെയ്യുക, ഇസഡിന്റെ വാല്യൂസ് എഴുതുക. ഓക്കെ, കോർണർ പോയിന്റ്സ് z ഈക്വൽ ടു, z എന്താണ് മക്കളെ വരുന്ന? z ഈക്വൽ ടു -50x + 20y. -50x + 20y. ഓക്കെ, അടുത്ത് എന്ത് വരും? z വരും. ഇതിന് നമുക്ക് ഇതാണ് നമുക്ക് മിനിമം ആയിട്ട് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് മിനിമം വാല്യൂ പറയാം. ഈ കോർണറോ ഈ കോർണർ, അതായത് ഓപ്പൺ എൻഡിങ്ങിൽ വരുന്ന കോർണേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് മിക്കവാറും എന്താവത്തില്ല? സൊല്യൂഷൻ ആവത്തില്ല. ഓക്കെ, അതല്ലാത്ത നമുക്ക് ഒത്തിരി വാല്യൂസ് നമുക്ക് പറയാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. കോർണർ പോയിന്റ്സ് എടുത്തു. നമുക്ക് ഓരോ കോർണർ പോയിന്റ് ആക്കും. 110 10 അല്ലേ? സോറി, 10 10 എന്ത് വരും മക്കളെ? z ഈക്വൽ ടു എന്ത് വരും? z ഈക്വൽ ടു -50 × 1 + 20 -30 വരും. ഓക്കെ, അടുത്ത് എന്താണ്? 60 60 z ഈക്വൽ ടു -50 + 50 × 6 + 20 അല്ല കേട്ടോ, 0 ആണ്. സോറി, 20 × 0 അല്ലേ? അപ്പൊ എന്ത് വരും? 0. ഓക്കെ, സോ 20 × 0 ഉണ്ട്, അത് 0 ആവും. സോ -50. ഇവിടെ എത്ര വരും? 20 × 0 ഉണ്ട്. സോ എന്ത് വരും? -300 വരും. അടുത്തത് ലാസ്റ്റത്തെ പോയിന്റ് എന്താ? 0 5. 0 5 എന്ത് വരും? z ഈക്വൽ ടു -50 × 0 + 5 × 20. ഓക്കെ, എത്ര വരും? 100 വരും. നമുക്ക് എന്താണ് ആവശ്യം മക്കളെ? മിനിമം ആണ്. അപ്പൊ ഇക്കൂട്ടത്തിൽ നിന്ന് മിനിമം ആരാണ്? യവനാണ് മിനിമം. ഓക്കെ, യവൻ വരുന്ന പോയിന്റ് ഏതാ? യവൻ വരുന്ന പോയിന്റ് ഏതാ? ഇവിടെയാണ് വരുന്നത്. യവൻ വരുന്ന പോയിന്റ് ഏതാ? ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇതല്ലാണ്ട് വേറെയും സൊല്യൂഷൻസ് പറയാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ ദാ ഇവിടെ വരുന്ന ഒരു പോയിന്റ് ഇതല്ലേ? ഇതൊരു പോയിന്റ് അല്ലേ? 7 1 ഒരു പോയിന്റ് അല്ലേ? ആ ഒരു 7 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്ത് നോക്കിക്കേ.
7 1 എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. 7 1 എന്ന് പറഞ്ഞ പോയിന്റിൽ z ഈക്വൽ ടു എന്ത് വരും? -50 times 7 plus 20 times 1. എത്ര വരും മക്കളെ? -350 plus 20 അഥവാ -330 വരും. അതായത് അതിനർത്ഥം എന്താ മക്കളെ? ഇതല്ലാണ്ട് വേറെയും മിനിമം വാല്യൂസുകൾ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ അൺബൗണ്ടഡ് ആയിട്ട് വന്നാൽ, അതാണ് പ്രത്യേകിച്ച് പറഞ്ഞ അൺബൗണ്ടഡില് നമ്മളുടെ കോർണർ ആയിട്ട് വരുന്ന ഈ കോർണർ അല്ലാണ്ട് അൺബൗണ്ടഡ് ആയിട്ടുള്ള റീജിയന്റെ അടുത്ത് വരുന്ന കോർണറുകളാണെങ്കിൽ, ബൗണ്ടഡ് ആയിട്ട് വരുന്നതിന്റെ അടുത്തുള്ള കോർണർ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. അൺബൗണ്ടഡിന്റെ അടുത്തുള്ള വരുന്ന കോർണർ ആണെങ്കിൽ അതല്ലാതെ നമുക്ക് വേറെയും സൊല്യൂഷൻസ് പറയാൻ കഴിയും. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ പറയാൻ പറ്റുമോ? ഇല്ല, ഇവിടെ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റില്ല? ഒപ്റ്റിമൽ സൊല്യൂഷൻ കനോട്ട് ബി ഫൗണ്ട്. ഓക്കെ, കാരണം എന്തുകൊണ്ടാ? അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. ദർ ഇസ് നോ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. കാരണം നമുക്കിവിടെ എന്താണ്, അങ്ങോട്ട് നമുക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് വാല്യൂസ് മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പം നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. ഏത് വേണോ നമുക്ക് അങ്ങോട്ട് പോയിക്കൊണ്ട്, കാരണം അൺബൗണ്ടഡ് ആണ്. അങ്ങോട്ട് പോകുന്തോറും വാല്യൂ എന്താണ്, മിനിമം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മുകളിലോട്ടല്ല, ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ പോകുന്തോറും ഈ ഒരു ബൗണ്ടറി ലൈൻ നമ്മൾ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് മിനിമം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലൈനിന്റെ തൊട്ട് മുകളിൽ കയറി പോകുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഒരെണ്ണം പറയാൻ കഴിയില്ല. അപ്പൊ നമ്മളിവിടെ 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് പഠിച്ചു. ബൗണ്ടഡിൽ തന്നെ 2 എണ്ണം, അതായത് ഒന്നെന്ന് പറയുന്നത് ഒറ്റ വാല്യൂ കിട്ടുന്നത്. അതായിരിക്കും നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു 80-90% ആ ഒരു ചോദ്യമായിരിക്കും ചോദിക്കുന്ന ഒറ്റ സൊല്യൂഷൻ മാത്രം വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ എന്താണ്, അതാണ് മിനിമം വാല്യൂ, അതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതി നിർത്താൻ പറ്റും. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? രണ്ടാമത്തെ മോഡൽ വരുന്നത് എന്താന്ന് വെച്ചാൽ ബൗണ്ടഡിൽ തന്നെയാണ് 2 എണ്ണം ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിട്ട് വരും. മിനിമം അല്ലെങ്കിൽ മാക്സിമം ഏതെങ്കിലും ഒരെണ്ണം 2 എണ്ണം വരും. അപ്പൊ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ അത് രണ്ടും കണക്ട് ചെയ്യുന്ന ലൈനാണ് എന്ത്, നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരെണ്ണം എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആയിട്ട് വന്നാൽ. അൺബൗണ്ടഡ് ആയിട്ട് വന്നാൽ എന്ത് പറയാം മക്കളെ? അൺബൗണ്ടഡ് ആയിട്ട് വന്നാൽ നോക്കിയിട്ട് നമുക്ക് അൺബൗണ്ടഡ് ആയിട്ടുള്ള റീജിയന്റെ അടുത്ത് വരുന്ന കോർണേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒപ്റ്റിമൽ സൊല്യൂഷൻ കനോട്ട് ബി ഫൈൻഡ്. അപ്പൊ 3 രീതിയാണ്. യുണീക്ക് ആയിട്ടുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻ പറയാം. ഓക്കെ, അടുത്ത് എന്താണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഒപ്റ്റിമൽ സൊല്യൂഷൻ പറയാം. പിന്നെ അതുപോലെ തന്നെ എന്ത് പറയാം മക്കളെ? നോ ഒപ്റ്റിമൽ സൊല്യൂഷനും പറയാം. ഓക്കെ, അതിന്റെ 3 രീതിയിലുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പരീക്ഷയ്ക്ക് കൂടുതൽ ആദ്യത്താണ് എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇതാണ്. അപ്പൊ അതിലൊരു 3 ചോദ്യം നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇത് 2025 മോഡലിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, maximize z equal to 4x plus y, x plus y less than or equal to 50, 3x plus y less than or equal to 90, x greater than or equal to 0, y greater than or equal to 0. ഈ കൺസ്ട്രെയിൻസിനനുസരിച്ച് ഇതിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് എടുക്കാം. x plus y equal to 50, അടുത്ത എന്താണ് 3x plus y equal to 90. 2 എണ്ണമാണ് വരുന്നത്. നമുക്ക് ആ ടേബിൾ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ നമുക്ക് വരും എക്സ് വൈ, ഇവിടെയും എക്സ് വൈ. കോർണർ പോയിന്റ്സ് അല്ല, ഇതിന്റെ ലൈനിന്റെ പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ്. എക്സ് 0 ആകുമ്പോൾ y 50 ആണ്, y 0 ആകുമ്പോൾ എക്സ് എന്താകും മക്കളെ? 50 ആകും. അതാണ് അവിടെ വരുന്നത്. ഓക്കെ, അടുത്ത് ഇവിടെ എന്ത് വരും? എക്സ് 0 ആകുമ്പോൾ y ഈക്വൽ ടു എന്ത് വരും മക്കളെ? 90 വരും. y 0 ആകുമ്പോഴോ 3x ഈക്വൽ ടു 90 വരും. x ഈക്വൽ ടു എത്ര വരും മക്കളെ? 30 വരും. ഓക്കെ, അപ്പോ ഇവിടത്തെ പോയിന്റുകൾ ഏതൊക്കെയാണ്? 0 50 ഒരു പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് ഏതാണ് മക്കളെ? 50 0 ആണ് അടുത്ത പോയിന്റ്. ഇവിടുത്തെ പോയിന്റ് ഏതൊക്കെയാണ്? 0 90 ഒരു പോയിന്റ് ആണ്. അടുത്ത പോയിന്റോ 30 0 ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 പോയിന്റുകൾ കിട്ടി. ഇതിന്റെ ലൈൻ വരയ്ക്കാം. ഇതിന്റെ ലൈൻ നമുക്ക് എങ്ങനെ വരച്ചു നോക്കാം മക്കളെ? ലൈൻ ഒന്ന് വരച്ചു നോക്കാം. ലൈൻ വരയ്ക്കാം. പോയിന്റ് ഏതൊക്കെയാണ്? 0 50. സോ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 0 10 20 30 എന്നുള്ള രീതിക്ക് മാർക്ക് ചെയ്യാണ്. 40 50 60 70 80 90 ആ ഒരു രീതിക്ക് വന്നു. 10 20 30 40 50 60 70 80 90. ഓക്കെ, ആ ഒരു രീതിക്ക് വന്നു. നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം.
050. 050 എവിടെ വരുന്നത്? 050 എന്ന് പറയുമ്പോൾ ഇവിടെ വരും 50 0. 50 0 എവിടെ വരും മക്കളെ? ഇവിടെ വരും. ഇത് കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ലൈൻ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ലൈൻ. ഓക്കെ, ഇനി ഇതിന്റെ എന്താണ് റീജിയൻ നോക്കണം. ഏത് റീജിയനിലേക്കാണ് ഷെയ്ഡിങ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി 0 0 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 0 0 ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്? 0 < 50 ട്രൂ ആണ്. 0 < 50 ആയതുകൊണ്ട് തന്നെ 0 വരുന്ന റീജിയൻ ആണ് വരുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് ക്ലോസ്ഡ് ആണെന്നുള്ള ഉറപ്പായി അല്ലേ? 0 < ആയതുകൊണ്ട് താഴോട്ട് വരും. അപ്പൊ ആ ഒരു റീജിയൻ വരും. അടുത്ത് ഇവിടെ വേണമെങ്കിൽ 0 0 കൊടുത്തു നോക്കിയാൽ എന്ത് സംഭവിക്കും മക്കളെ? 0 0 കൊടുത്തു നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് 0 < 90 വരും. അതും ട്രൂ ആണ്. ഇതും ട്രൂ ആണ്. ഇതും ട്രൂ ആണ്. 0 < 90 വരും. അപ്പൊ നമുക്ക് അതിന്റെ പോയിന്റുകൾ മാർക്ക് ചെയ്യാം. 0 90, അടുത്തത് 30 0. ഇതാണ് പോയിന്റുകൾ. ലൈൻ മാർക്ക് ചെയ്താലോ? ഓക്കെ, 0 0ക്ക് ട്രൂ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇത് മൊത്തത്തിൽ വരുന്ന പോയിന്റ് ഏതൊക്കെയാ മക്കളെ? മൊത്തത്തിൽ വരുന്ന നമ്മുടെ റീജിയൻ ഏതാ? റീജിയൻ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്യാം. റീജിയൻ ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കിക്കേ. ഇതിന്റെയും താഴോട്ട് രണ്ടിന്റെയും താഴേക്കാണ് വരുന്ന. സോ നമ്മളുടെ റീജിയൻ ഈ ഒരു റീജിയൻ ആണ്. x > 0, y > 0 അല്ലേ? നിങ്ങൾക്ക് തരുന്ന മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ആ രീതിക്കായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ചോദ്യത്തിൽ അതുണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് നോക്കുക കേട്ടോ. മോസ്റ്റ്ലി അത് വരും. 0 0 തന്നിട്ടുണ്ടാവും. x > 0, y > 0 തന്നിട്ടുണ്ടാകും കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എപ്പോഴും. ഓക്കെ, ഇതാണ് എന്ത്? നമ്മളുടെ ഫീസിബിൾ റീജിയൻ. ഇതാണ് എന്ത് മക്കളെ? നമ്മളുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇതാണ് ഫീസിബിൾ റീജിയൻ. ഇത്രയും ചെയ്താൽ 3 മാർക്കാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോർണർ പോയിന്റ്സ്. ഇവിടെ നിന്ന് കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണ് പറഞ്ഞേ മക്കളെ? കോർണർ പോയിന്റ്സ് ആർ കോർണർ പോയിന്റ്സ് ഏതൊക്കെയാ മക്കളെ? കോർണർ പോയിന്റ്സ് നമുക്ക് ഇവിടെ ഒരു കോർണർ വരും 0 0. ഓക്കെ, അടുത്ത് ഇവിടെ ഒരു കോർണർ വരും. ഏതാണ്? 30 0. ഓക്കെ, ഇവിടെ ഒരു കോർണർ വരും. ഏതാണത്? 20, 30. ഓക്കെ, 20, 30. അടുത്ത് ഇവിടെ ഒരു കോർണർ വരും. അത് BC. അടുത്ത് D എന്ന് പറയുന്ന കോർണർ എന്തെടുക്കാം? 0, 50. സോ കോർണർ പോയിന്റ്സ് ആർ ഏതൊക്കെയാണ്? A 0 0, B 30 0, C 20 30, D എന്ത് വരും? 0 50. ഇത്രയും കോർണർ പോയിന്റ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പേജ് എടുക്കാം. കോർണർ പോയിന്റ്സ് പേസ്റ്റ് ചെയ്യാം. കോർണർ പോയിന്റ്സ് ഇത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച കോർണർ പോയിന്റുകൾ. D 0 50. ഓക്കെ, D എന്ന് പറയുന്ന കോർണർ ഏതാ? D 0 50. ഓക്കെ, ഇത്രയും കോർണർ പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് ടേബിൾ വരച്ച് ചെയ്തു നോക്കാം. ടേബിൾ വരയ്ക്കാമല്ലോ. സോ ടേബിളിൽ എന്തൊക്കെ വരും? കോർണർ പോയിന്റ്സ് Z, ഇവിടുത്തെ Z വാല്യൂ. Z ഈക്വൽ ടു എന്താണ്? ചോദ്യം എന്താ മക്കളെ? Z ഈക്വൽ ടു 4x + y. Z ഈക്വൽ ടു എന്താണ്? 4x + y ആണ്. ഓക്കെ, അപ്പൊ ഇനി നോക്കാം. 0 0. A 0 0 നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? B 30 0 നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? C 20 30 നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? D എന്ന് പറയുന്നത് 0 50 നോക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ A പറയുമ്പോൾ എന്ത് വരും? Z ഈക്വൽ ടു 4 times 0 + 0 വരും, which will be nothing but 0. സോ ഇവിടെ Z 0 ആണ്. അടുത്ത് Z ഈക്വൽ ടു എന്ത് വരും? 4 times 30 + 0 ആണ്. അത് എത്ര വരും മക്കളെ? 120 വരും.
z equal to 4 times 20 plus 30 ആണ്. 4x plus y അല്ലേ? യെസ്. ഇത് എത്ര വരും? 80, 110 ആണ്. z equal to എന്ത് വരും മക്കളെ? 4 times 0 plus എന്താണ്? 50 ആണ്. സോ അതെന്ത് വരും? 50 വരും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? മാക്സിമൈസ് ആയിരുന്നു. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ മക്കളെ? മാക്സിമൈസ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. സോ മാക്സിമം വാല്യൂ ഏതാണ്? ഇതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. ഇതാണ് എന്ത്? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ദ മാക്സിമം വാല്യൂ ഓഫ് z ഈസ്, z ന്റെ മാക്സിമം വാല്യൂ ഏതാണ് മക്കളെ? z ന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 120 ആണ്. അറ്റ് ഏത് പോയിന്റിലാണ്? B30. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് എന്ത് മക്കളെ? z ന്റെ മാക്സിമം വാല്യൂ വരുന്നത്. ക്ലിയർ ആണോ? അങ്ങനെ എനിക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. അടുത്ത ചോദ്യം 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മാക്സിമൈസ് ചെയ്യാനാണ്. എന്താണ്? 60x plus 15y മാക്സിമൈസ് ചെയ്യാനാണ് ചോദ്യം. കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ നേരത്തെ സെയിം കൺസ്ട്രെയിൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. x plus y less than or equal to 50, 3x plus y less than or equal to 90. യെസ്, നമ്മളുടെ സെയിം കൺസ്ട്രെയിൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു സാധനം തന്നെയാണ് അവിടെ ആവശ്യം വരുന്നത്. ജസ്റ്റ് ഞാൻ ഇവിടെ പേസ്റ്റ് കോപ്പി എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ വരയ്ക്കുക. നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. നോക്കിക്കേ, 2024 2025 മോഡലിലും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ എന്തായാലും എടുത്തു വെച്ചിട്ടുള്ള സാധനം തന്നെ എഴുതിയത് കൊണ്ട് അതങ്ങ് പേസ്റ്റ് ചെയ്തു. നോക്കിക്കേ, x plus y equal to 50 നോക്കുക, പോയിന്റ് കണ്ടുപിടിക്കുക, മാർക്ക് ചെയ്യുക, എന്നിട്ട് 0 0 എടുക്കുമ്പോൾ ലെസ് ദാൻ 50 ആണ്, ട്രൂ ആണ്. അടുത്ത് 3x plus y equal to 90 എടുക്കുക, പോയിന്റ്സ് മാർക്ക് ചെയ്യുക, എന്ത് കിട്ടി? 0 ലെസ് ദാൻ 90 ആണ്, അത് ട്രൂ ആണ്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട് ഇവിടെ. ഇവിടെയും ഈക്വൽ ടു വരും, അവിടെ അതുപോലെ ഈക്വൽ ടു വരും. ഈക്വൽ ടു എന്തായാലും ലെസ് ദാൻ ആണ്, ട്രൂ ആണ്. ഓക്കെ, നമുക്ക് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതിയാകും. അപ്പൊ അത് കിട്ടി, അതിനും ട്രൂ ആയി. റീജിയൻ നമുക്ക് കിട്ടി. ഓക്കെ, സോ കോർണർ പോയിന്റ്സ് നേരത്തെ സെയിം കോർണർ പോയിന്റ്സ് തന്നെയാണ്. കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണ്? ഒന്നും കൂടെ എടുത്ത് എഴുതാം. ഇവിടെ നമ്മളുടെ കൺസ്ട്രെയിൻ മാറുന്നുണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മളുടെ ഒരെണ്ണം പഠിച്ചു വെച്ചിട്ട് ചാടിക്കേറി അതേ വാല്യൂ കണ്ടെന്ന് വെച്ച് മുകളിലോ അതേപോലെ ചെയ്തു വെച്ച് കളയരുത്. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. കോർണർ പോയിന്റ്സ് ഏതൊക്കെയാ വരുന്നേ? A00. ഓക്കെ, അടുത്ത B ഏതാണ്? 30. അടുത്ത് C ഏതാ മക്കളെ? C എന്ന് പറയുന്നത് 20 30. D ഏതാ? 0 50. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ കോർണർ പോയിന്റുകൾ. ഇതാണ് മക്കളെ നമ്മളെ കോർണർ പോയിന്റ്സ്. ഇനി നമുക്ക് ടേബിൾ വരയ്ക്കാം. ഓക്കെ, നമുക്ക് ടേബിൾ വരയ്ക്കാം. കോർണർ പോയിന്റ്സ് Z വാല്യൂ. കോർണർ പോയിന്റ്സ് ആണെങ്കിൽ തിരിക്കും. ഓരോന്നായിട്ട് എഴുതാം. കോർണർ പോയിന്റ്സ് Z equal to എന്താ മക്കളെ? Z equal to ഇവിടുത്തെ ചോദ്യത്തില് 60x plus 15y ആണ് കേട്ടോ. 60x plus 15y ആണ് വരുന്നത്. Z വാല്യൂ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. A00, B എന്ന് പറയുന്നത് 30, C എന്ന് പറയുന്നത് എന്താണ്? 20 30, D എന്ന് പറയുന്നതോ 0 50. ഓക്കെ, Z വാല്യൂസ് നോക്കാം. Z equal to 60 times 0 plus 15 times 0. ഇവിടെ വരുമ്പോഴോ Z equal to 30 times 0 plus
നമ്മൾ 0 0 എന്ന് പറഞ്ഞ പോയിന്റ് നോക്കിയില്ലായിരുന്നു അവിടെ. വെയിറ്റ് എ സെക്കൻഡ്. 0 0 മാക്സിമം നോക്കാൻ പറഞ്ഞല്ലേ. മാക്സിമം അല്ലായിരുന്നോ? മാക്സിമൈസ് ആയിരുന്നു. അപ്പോൾ ഓക്കെ നോക്കാം. Z ഈക്വൽ ടു 60 ടൈംസ് 30 പ്ലസ് 15 ടൈംസ് 0. അടുത്ത് Z ഈക്വൽ ടു 60 ടൈംസ് 20 പ്ലസ് 30 ടൈംസ് 0. സോറി 15 ടൈംസ് 30. ശ്രദ്ധിക്കണേ മക്കളെ. 15 ടൈംസ് 30. അടുത്ത് Z ഈക്വൽ ടു 60 ടൈംസ് 0 പ്ലസ് 15 ടൈംസ് 50. അടുത്ത് ഇവിടെ എന്ത് വരും? 0 0 ആയതുകൊണ്ട് തന്നെ 0 ആയിരിക്കാം. 60 ടൈംസ് 30 എന്ന് പറയുന്ന 1800 ആണ്. ഓക്കെ, ഇവിടെയാണെങ്കിലോ 1200. ഇവിടെ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 1200 പ്ലസ് ഇവിടെ എത്ര കിട്ടും? 450. ഓക്കെ, 1200 12 0 0 45 0. ഓക്കെ, ഇതാണ് കിട്ടുന്നത്. സോ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 1650 ആയിരിക്കും വരുന്ന. 1650 വരും. അടുത്ത് ഇവിടെ എത്ര വരും മക്കളെ? 15 ടൈംസ് 5 എന്ന് പറയുന്നത് എത്ര വരും? 75 വരും. സോ 750 വരും. ഓക്കെ, ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേ? മാക്സിമൈസ് ആയിരുന്നു. സോ മാക്സിമം എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഇതാണ് മാക്സിമം. ഇതാണ് എന്ത് മക്കളെ? മാക്സിമം. സോ നമുക്ക് എന്ത് പറയാം? ഇസ് ദ മാക്സിമം വാല്യൂ. മറ്റേതിന് സെയിം ആൻസർ തന്നെ വന്നു അല്ലേ? ദ മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഈസ് 1800 അറ്റ് ഏത് പോയിന്റാ? B30. ഇവിടെയാണ് ഇസഡിന്റെ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. ഇത് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. 2020 സെയിം ക്വസ്റ്റ്യൻ. ഇനി ഇതില് എന്താണ്? കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ചെറിയ രീതിക്ക് മാറ്റങ്ങൾ വരുത്തി വേറെയും വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ 5 വർഷം എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 പ്രാവശ്യം, അതായത് 5 വർഷത്തെ സെയിം മെയിനും 2 പരീക്ഷകളിലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ 5 പ്രാവശ്യവും സെയിം ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. അതിലാണെങ്കിൽ 2020, 21, 22 3 വർഷം അടുപ്പിച്ച് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ആ ഒരു സെയിം ക്വസ്റ്റ്യൻ ഒരു സംഖ്യയോ ഒന്നും മാറാതെ ചോദിച്ചിട്ടുള്ളതാണ്. അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ടേബിൾ വരയ്ക്കാം. ഓക്കെ, ടേബിൾ വരയ്ക്കാൻ നോക്കാം. ടേബിൾ വരയ്ക്കാൻ വേണ്ടി നമുക്ക് എത്ര ടേബിൾ ആവശ്യമുണ്ട്? 2 അല്ലേ? സോ ടേബിൾ വരയ്ക്കാം. ആദ്യത്തെ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ? x + 2y = 10. ഓക്കെ, അതിൽ എക്സിന് 0 കൊടുത്താൽ 2y = 10, y = എന്ത് വരും മക്കളെ? 5 വരും. അടുത്ത് yക്ക് 0 കൊടുത്താലോ x = എന്ത് വരും? 10 വരും. ഇവിടെ ആണെങ്കിലോ അടുത്ത ലൈൻ ഏതാ? 3x + y = 15 ആണ്. എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? y = 15 കിട്ടും. yക്ക് 0 കൊടുത്താൽ x = എന്ത് കിട്ടും? 3x = 15 കിട്ടും. x = 5 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ലൈൻ ആദ്യം വരയ്ക്കാം. ലൈൻ വരയ്ക്കാൻ വേണ്ടി നോക്കി ഇവിടെ ആണെങ്കിൽ എഴുതാനുള്ള കംപ്ലീറ്റ് എഴുതിയിട്ട് നമുക്ക് ഗ്രാഫിലോട്ട് കിടക്കാം. എന്താണ്? 0 0 പോയിന്റ് അല്ലാത്തതുകൊണ്ട് 0 0ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 0 0 എടുക്കുമ്പോൾ 0 <= 10 വരും. ട്രൂ ആണ്. ഇവിടെയോ 0 0 എടുക്കുമ്പോഴോ 0 0 എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 0 0 എന്ന് പറയുമ്പോൾ 0 <= 15, അതും ട്രൂ ആണ്. നേരത്തെ ഏകദേശം സെയിം മോഡലിൽ തന്നെ നമ്മളുടെ ഗ്രാഫ് വരും. വലിയ വ്യത്യാസമൊന്നും വരില്ല. അപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാം. നമ്മള് എന്താണ് കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 8ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയായിരുന്നു. ആ 8ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേ പാറ്റേൺ, ഒരേ രീതിക്കുള്ള ഫിഗർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒത്തിരി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചാൽ മതി, ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് വരയ്ക്കാം. 0 5. അപ്പം 0 എത്ര വെച്ച് വരയ്ക്കാം? 5 വെച്ച് വരച്ചു. 5 0 5 വെച്ച് വരച്ചാൽ ഭയങ്കര ക്ലോസ് ആയി പോവില്ലേ? നമുക്കൊരു
5 വെച്ച് ഇങ്ങനെ വരച്ചോ. 5, 10, 15, 20 ആ ഒരു രീതിക്ക് പോവാം. ഓക്കെ, ഇവിടെ ആണെങ്കിലോ 5, 10, 15, 20. ഓക്കെ, 2 സെന്റിമീറ്റർ 5 ആയിട്ട് എടുത്തു കേട്ടോ. ആ ഒരു രീതിക്ക് നമുക്ക് വരയ്ക്കാം. ഇവിടെ നമുക്ക് ഏതൊക്കെ പോയിന്റ് ആവശ്യം? പോയിന്റുകൾ മാർക്ക് ചെയ്യില്ല അല്ലേ? ഇവിടുത്തെ പോയിന്റ് ഏതൊക്കെയാ? 0, 5ഉം 10, 0 ആണ് പോയിന്റ്. ഇവിടുത്തെ പോയിന്റോ 0, 15ഉം 5, 0 ആണ് പോയിന്റ്. ഓക്കെ, അപ്പൊ 0, 5ഉം 0, 5 എന്ന് പറയുമ്പോൾ ഏത് പോയിന്റ് വരും? ഇവിടെ വരും. 10, 0 വരുമ്പോൾ ഏത് പോയിന്റ് വരും? ഇത് വരും. നമ്മൾ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ലൈൻ വരുന്നത്. ഓക്കെ, അതിലെ റീജിയൻ എങ്ങോട്ടായിരിക്കും മക്കളെ വരുന്നത്? താഴോട്ടായിരിക്കും മുകളിലോട്ടായിരിക്കോ? 0, 0ക്ക് ട്രൂ ആണ്. സോ 0 വരുന്ന റീജിയൻ താഴോട്ടാണ്. അപ്പൊ താഴോട്ടായിരിക്കും വരുന്നത് കേട്ടോ. ഇനി അടുത്ത ലൈൻ ഏതാണ്? 0, 15ഉം 5, 0യും. 0, 15ഉം 5, 0യും. 0, 15 എന്ന് പറയുന്നത് ഏതാണ് പോയിന്റ്? ഇതാണ്. 5, 0 എന്ന് പറയുന്നത് ഏതാ പോയിന്റ് മക്കളെ? ഇതാണ് വരുന്നത്. അത് കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കാം. സോറി 5, 0. ഓക്കെ, ഇതാണ് വരുന്നത്. ഇതിൽ ഏത് റീജിയൻ വരും മക്കളെ? നോക്കിക്കേ, താഴോട്ടാണ് വരുന്നത്. 0, 0ക്ക് ട്രൂ ആണ്. സോ ഇങ്ങോട്ട് വരും. നമ്മളെ നേരത്തെ സെയിം ഫിഗർ ആണ് വന്നത് അല്ലേ? ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാണ് മക്കളെ? നോക്കിക്കേ, കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ്. കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാണ് മക്കളെ? ഈ ഒരു പോർഷൻ ആണ് കോമൺ ആയിട്ടുള്ള റീജിയൻ. അത് ഷെയ്ഡ് ചെയ്യണേ. എന്നിട്ട് എന്ത് എഴുതണം? അത് ഫീസിബിൾ റീജിയൻ ആയിട്ട് എഴുതി കാണിക്കണേ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഫീസിബിൾ. പ്രത്യേകിച്ച് A-B ക്വസ്റ്റ്യൻ ആയിട്ട് ഫീസിബിൾ റീജിയൻ എടുത്ത് ചോദിച്ചാൽ നിർബന്ധമായിട്ട് അത് ചെയ്തിരിക്കുക. ഓക്കെ, ഇതാണ് എന്ത്? നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിച്ചു. ഇനി എന്താണ്? നമ്മുടെ കോർണർ പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കണം. കോർണർ പോയിന്റ്സ് ഏതൊക്കെയാ വരുന്നത്? 0, 0 വരും. ഓക്കെ, വേറൊരെണ്ണം എന്താണ് വരുന്നത്? 0, 5 വരും. പിന്നൊന്നോ 5, 0 വരും. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. അത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഏകദേശം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഇവിടെ നോക്കി അറിയാം. ഇവിടെ ഒരു 6ഉം 2ഉം ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, 6,2 ആണെങ്കിൽ നോക്കിക്കേ, 6 + 4 10 ആണ്. 6 ഇവിടെ എടുക്കുമ്പോൾ 18 വരും. ഓക്കെ, 6,2 അല്ലല്ലോ, അല്ല 4, 6,4 എടുക്കാൻ പറ്റൂല അല്ലേ? അല്ല, 6 എത്തിയിട്ടില്ലല്ലോ. നമ്മൾ ഇവിടെ ഇതിനോട് എടുത്തല്ലേ? 4,3 3 4 4,3 4 3 6 10 വരും. 4,3 ആണോ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ആ ഒരു വാല്യൂ നോക്കിക്കേ. ഇവിടെ നമുക്കറിയാം ഇത് 5നോട് അടുത്ത് കിടക്കുന്നു, അപ്പൊ 4 ആകാം. ഇത് 2.5നോട് അടുത്ത് കിടക്കുന്നു, അപ്പൊ 3 ആകാം. സോ 4, 3. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത ഉത്തരം കിട്ടും. സോൾവ് ചെയ്തും കൂടി ഞാൻ കാണിച്ചു തരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം വരുന്ന വാല്യൂ ഏത് നോക്കിയിട്ട് രണ്ടിനും ഇട്ട് കൊടുത്ത് നോക്കുക. സെയിം വാല്യൂ ആണോ കിട്ടുന്നത്? 2 ലൈനും ട്രൂ ആകുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക. 4,3 നോക്കിക്കേ. 4 + 2 × 3 എന്ന് പറയുന്നത് 6 ആണ്, 10 വന്നു. 4 × 3 12 ആണ്. 12 + 3 എന്ന് പറയുന്നത് 15 വന്നു. 4, 3 ആണ് പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ചും സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇക്വേഷൻ വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിക്കേ മക്കളെ. നമ്മളുടെ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? x + 2y = 10 ആണ്. അടുത്ത ഇക്വേഷൻ ഏതാണ്? 3x + y = 15 ആണ്. ഓക്കെ, രണ്ടിനെയും സെയിം വാല്യൂലോട്ടാക്കുക. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 3x + 6y = 30 കിട്ടും. സോൾവ് ചെയ്താലോ? അടുത്ത ലൈനിലോട്ട് എടുക്കാം. ഓക്കെ, അടുത്ത പേജിലോട്ട് എടുക്കാം. ഓക്കെ, നമ്മളുടെ ലൈൻസ് ഏതൊക്കെയാണ്?
ലൈൻസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 ഇക്വേഷൻ നമ്പർ 1. അടുത്ത് 3x പ്ലസ് വൈ ഈക്വൽ ടു 15 ഇക്വേഷൻ നമ്പർ 2. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 1 ഇൻറ്റു 3 മൈനസ് 2 ചെയ്യാം. ഓക്കെ, 1 ഇൻറ്റു 3 മൈനസ് 2 നമ്മൾ ചെയ്താൽ എങ്ങനെ വരും മക്കളെ? നോക്കിക്കേ, 1 ഇൻറ്റു 3 മൈനസ് 2 എന്ന് പറയുന്നത് 3x പ്ലസ് 6y ഈക്വൽ ടു 30 വരും. ഇവിടെ ആണെങ്കിലോ 3x പ്ലസ് വൈ ഈക്വൽ ടു 15. ഇതാണ് സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. സോ 3x ഉം 3x ഉം ക്യാൻസൽ ആയി പോകും. 5y ഈക്വൽ ടു 15 എന്ന് വരും. y ഈക്വൽ ടു 3 വരും. ഓക്കെ, y ഈക്വൽ ടു 3 വന്നാൽ നമുക്ക് നോക്കിക്കേ, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 3x ഈക്വൽ ടു 15 മൈനസ് 3 12 വരും. y ഈക്വൽ ടു 3x ആണ് 3x. സോ x ഈക്വൽ ടു 12/3 അഥവാ 4 എന്ന് കിട്ടും. അപ്പൊ നമ്മളുടെ കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണ്? കോർണർ പോയിന്റ്സ് ആർ A00. ഓക്കെ, A00 ആയി. പിന്നെ ഏതൊക്കെയാണ്? ഇത് A, B, ഇതിനെ C ആയിട്ട് എടുക്കാം, ഇത് D ആണ്. അപ്പോ B50 C എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പോയിന്റ് 4,3. D എന്ന് പറയുന്നത് ഏത് വരും? D എന്ന് പറയുന്നത് 0,5. അപ്പൊ നമ്മളുടെ എത്ര 4 കോർണർ പോയിന്റ്സും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കോർണർ പോയിന്റ്സ് ആയിട്ട് ചെക്ക് ചെയ്യാം. അതിന് ടേബിൾ വരയ്ക്കാം. ഓക്കെ, ടേബിൾ വരച്ചു നോക്കിക്കേ മക്കളെ. ടേബിൾ നമുക്ക് വരച്ചു. എന്തൊക്കെയാണ് നമുക്ക് അതിൽ വേണ്ടത്? ടേബിളിൽ വേണ്ടത് കോർണർ പോയിന്റുകൾ ആവശ്യമുണ്ട്. ഓക്കെ, കോർണർ പോയിന്റുകൾ ആവശ്യമുണ്ട്. ഇസഡ് വാല്യൂ ആവശ്യമുണ്ട്. ഇസഡ് സോൾവ് ചെയ്യുന്ന ആവശ്യമുണ്ട്. സോൾവ് വാല്യൂ ആവശ്യമുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആവശ്യം. സോ എന്തൊക്കെയാ ആവശ്യം? കോർണർ പോയിന്റ്സ്, ഇസഡ് ഈക്വൽ ടു, അവിടെ ഇസഡിന്റെ വാല്യൂ ആണ്. ഇസഡ് ഈക്വൽ ടു എന്തായിരുന്നു മക്കളെ? നമ്മുടെ 3x പ്ലസ് 2y. ഓക്കെ, കോർണർ പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? A00, A എന്ന് പറയുന്ന ഒറിജിൻ ഉണ്ട്. അടുത്ത് B എന്ന് പറയുന്നതോ? B എന്ന് പറയുന്ന 50 ഉണ്ട്. C എന്ന് പറയുന്നതോ? C എന്ന് പറയുന്ന 43 ഉണ്ട്. D എന്ന് പറയുന്നതോ? 05 ഉണ്ട്. ഓക്കെ, 00 എങ്ങനെ വരും? Z ഈക്വൽ ടു 3 ടൈംസ് 0 പ്ലസ് 2 ടൈംസ് 0 എന്തായിരിക്കും മക്കളെ വരുന്നത്? 0 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത് Z ഈക്വൽ ടു 3 ടൈംസ് 5 പ്ലസ് 2 ടൈംസ് 0 എന്ത് വരും മക്കളെ? 15 വരും. ഓക്കെ, അടുത്ത് Z ഈക്വൽ ടു, ഇവിടെ എക്സിന് വയ്ക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. 3 ടൈംസ് 4 പ്ലസ് 2 ടൈംസ് 3 എന്ത് വരും മക്കളെ? 12 പ്ലസ് 6. 3 ടൈംസ് 4 12 ആണ്. 2 ടൈംസ് 3 6 ആണ്. 12 പ്ലസ് 6 എന്ന് പറയുന്നത് എത്ര വരും? 18 വരും. Z ഈക്വൽ ടു 3 ടൈംസ് 0 പ്ലസ് 2 ടൈംസ് 5 പ്ലസ് 2 ടൈംസ് 5. ഓക്കെ, ഇത് എത്ര വരും മക്കളെ? 0 10 വരും. സോ നമുക്കിവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? മാക്സിമൈസ് ആണ്. സോ നമുക്കിവിടെ മാക്സിമം വരുന്നത് ഏതാണ്? ഇതാണ് മാക്സിമം വരുന്നത്. കേട്ടോ, ഇതാണ് മാക്സിമം വരുന്നത്. സോ നമുക്ക് പറയാം Z ഈസ് മാക്സിമം അറ്റ് ഏത് പോയിന്റ് ആണ്? C43 ആണ്. ആൻഡ് ദ മാക്സിമം വാല്യൂ ഈസ് maximum value is 18. ഓക്കെ, അപ്പോൾ C43 എന്ന് പറയുന്ന പോയിന്റിലാണ് Z മാക്സിമം എന്നത്. മാക്സിമം വാല്യൂ എത്രയാണ് മക്കളെ? 18 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് അതിന്റെ എന്താണ് നോക്കിക്കേ, ലീനിയർ അതിന്റെ ഓരോ കോൺസ്ട്രെയിൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുന്നു. ലൈൻ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ ഇനിക്വാളിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടു കൊടുത്തു. എക്സിന് 0 വൈക്ക് 0 കൊടുത്ത പോയിന്റുകൾ കണ്ടുപിടിച്ച് ആ 2 പോയിന്റ് ഉപയോഗിച്ച് ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് 0 0 എന്ന് പറയുന്ന പോയിന്റ് കൊടുത്തു നോക്കുമ്പോൾ അത് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ, ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കിയിട്ട് റീജിയൻ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. അതുപോലെ എല്ലാം ചെയ്തിട്ട് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ അതിൽ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ഗ്രേറ്റർ ദാൻ 0 എപ്പോഴും ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് എപ്പോഴും നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ ഇത്
സൊല്യൂഷൻ ആയിട്ട് വരുന്ന ഇതിനെല്ലാത്തിനും ട്രൂ ആയിട്ട് വരുന്ന റീജിയൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് ഷെയ്ഡ് ചെയ്തിട്ട് അതിനെ ഫീസിബിൾ റീജിയൻ എന്ന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ കോർണർ പോയിന്റ്സുകൾ കണ്ടുപിടിക്കുന്നു. അത് ഇന്റർസെക്ട് ചെയ്യുന്ന ബൗണ്ടറി ടച്ച് ചെയ്യുന്ന കോർണർ പോയിന്റുകൾ കണ്ടുപിടിക്കുന്നു. ആ കോർണർ പോയിന്റുകളെ നമ്മൾ ഓരോ കോർണർ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു. മാക്സിമം ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മാക്സിമം കണ്ടുപിടിക്കുന്നു. മിനിമം ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മിനിമം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഈ ഒരു രീതിക്ക് അത് എഴുതുന്നു. ഇത്രയും മാത്രം ചെയ്താൽ മതി മക്കളെ. 6 മാർക്ക് നിങ്ങളുടെ കയ്യിൽ സിമ്പിൾ ആയിട്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് 2 പ്രോബ്ലം കൂടെ ചെയ്തേക്കുക, സെറ്റ് ആണ്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഈ ചാപ്റ്റർ അത്രയ്ക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് ഇതുപോലെ ഈസി ടിപ്സ് കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.